ഇന്ന് ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈസാ നബിയുടെ ആഗമനം. ലോകാവസാനം അടുത്തെത്തി നിൽക്കുമ്പോൾ ചെറിയ അടയാളങ്ങൾ ഏറെക്കുറെ പുലർന്നു കഴിഞ്ഞ ഒരവസരത്തിൽ ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതാണ് ഖുറൂജുൽ മഹദി, ഇമാം മഹദിയുടെ പുറപ്പാട് റളിയല്ലാഹു അൻഹു. 50ഓളം ഹദീസുകൾ ഇമാം മഹദിയുടെ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഉടനെ ദജ്ജാൽ പുറപ്പെടുന്നതും ദജ്ജാലിനെ കൊല്ലാനാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ വരവ്, ആഗമനം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈസാ നബിയുടെ ജനനവും മഹദി മറിയമിനെ പറ്റിയും ഈസാ നബിയുടെ ദൗത്യവും ഇനി രണ്ടാം വരവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുള്ള സമയമേ നമുക്ക് ഇന്ന് ലഭിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ആലു ഇമ്രാൻ, ഇമ്രാൻ ഫാമിലി എന്നർത്ഥം വരുന്ന സൂറത്തിലും മറിയമിലും സൂറത്തുൻ നിസായിലും അല്ലാഹു തആല മറിയം ബീവിയുടെയും ഈസാ നബിയുടെയും ചരിത്രം വിശദീകരിച്ച് അല്ലാഹു പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ക്രൈസ്തവ സമൂഹം അവര് ഈസാ നബിയെ അഥവാ യേശു എന്ന് അവർ പരാമർശിക്കുന്ന യേശുവിനെ അവർ ദൈവമായും കർത്താവായും മറിയമിനെ കർത്താവിന്റെ മാതാവായും ഒക്കെ സങ്കല്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഈസാ നബി ദൈവമാണോ? ഈസാ നബിയുടെ മാതാവായ മറിയം കർത്താവിന്റെ മാതാവാണോ എന്നൊക്കെ നമുക്ക് ഖുർആൻ കൊണ്ട് ഇന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും പഠിക്കാനും പടച്ചോൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബനൂ ഇസ്രായീലിലെ ഇസ്രായേൽ സന്താനങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സാത്വികനായിരുന്നു ഫാഖൂദ് എന്ന് പറയുന്ന മനുഷ്യൻ. ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ മക്കളാണ് ബനൂ ഇസ്രായേൽ. ഇസ്രായേൽ സന്തതികൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരധ്യായം തന്നെ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബനൂ ഇസ്രായേലിലെ ഫാഖൂദ് എന്ന് പറയുന്ന മനുഷ്യന്റെ 2 പെൺമക്കളായിരുന്നു ഇഷാഉം ഹന്നത്തും. അതിൽ ഇഷായിനെ സക്കരിയ നബി വിവാഹം കഴിച്ചു, ഹന്നയെ ഇമ്രാനും കല്യാണം കഴിച്ചു. നോക്കൂ, ആ ദാമ്പത്തിക ജീവിതം മുന്നോട്ട് പോവുകയാണ്. അവരുടെ ദാമ്പത്തിക വല്ലരിയിൽ സന്താനങ്ങൾ ഉണ്ടായില്ല. അവർ 2 പേർക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ ദീർഘകാലം മുന്നോട്ട് പോയി. ഒരു ദിവസം ഹന്നത്ത് ബീവി ഒരു മലഞ്ചെരിവിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ മരച്ചില്ലയിൽ ഒരു തള്ളക്കുരുവി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന രംഗം മഹദി ഹന്ന കാണുകയാണ്. ഹന്ന അവിടെ വെച്ച് ദുആ ചെയ്തു, അല്ലാഹുവേ, നീ എനിക്ക് റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ, നല്ല സന്താനങ്ങളെ നൽകണമേ. അല്ലാഹു തആല ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു. നോക്കൂ, അല്ലാഹു തആല മഹദി ഹന്നക്ക് സന്താനങ്ങൾ നൽകുകയാണ്. അതിന്റെ ലക്ഷണം മഹദി ഹന്ന അവരനുഭവിക്കുന്നു. പെട്ടെന്ന് അവർ പ്രഗ്നന്റായി, ഗർഭിണിയായി. ആ സമയം ഹന്നത്ത് ബീവി ചെയ്ത ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമ്രാന്റെ സഹധർമ്മിണി, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം,
റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. നാഥ, റബ്ബി ഇന്നി നദർതു, ഞാൻ നേർച്ചയാക്കുന്നു, മാ ഫീ ബത്നി മുഹററാ, എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ ശിശുവിനെ, മുഹററ, നിന്റെ പരിശുദ്ധ ഭവനമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു. ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എന്നിൽ നിന്നും സ്വീകരിക്കണമേ, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് റബ്ബേ. മഹദി ഹന്ന ഗർഭിണിയായ സമയത്ത് പ്രാർത്ഥിച്ചതാണത്. അല്ലാഹുവേ, ഈ വളർന്നു വരുന്ന വയറ്, ഞാൻ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിനക്ക് വേണ്ടി നേർച്ചയാക്കുന്നു, നിന്റെ ഭവനത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി, മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി നീ സ്വീകരിക്കണമേ. നോക്കൂ, ഹന്നത്ത് പ്രസവിക്കുന്നതിനു മുമ്പ്, നവജാത ശിശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭർത്താവ് ഇമ്രാൻ ഇഹലോകവാസം വെടിഞ്ഞു. ഇമ്രാൻ ആ സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരായിരുന്നു, തൗറാത്തിൽ വലിയ പണ്ഡിതനായിരുന്നു, മസ്ജിദുൽ അഖ്സയിലെ ഇമാമായിരുന്നു എന്നൊക്കെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഏതായാലും ഇമ്രാൻ മരണപ്പെട്ടു, മഹദി ഹന്ന പ്രസവിക്കുകയാണ്. അല്ലാഹു ആ ഭാഗം പറയുന്നുണ്ട്. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. فلما وضعتها, മഹദി ഹന്നത്ത് പ്രസവിച്ചപ്പോൾ, ഖാലത്ത്, അവര് പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണല്ലോ. വലൈസ ദകറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ. അല്ലാഹുവേ, ഞാൻ പ്രസവിച്ചതൊരു പെണ്ണായി പോയല്ലോ. മഹദി ഹന്ന പ്രസവിച്ചു നോക്കുമ്പോൾ ഒരു പെൺകുഞ്ഞ്. ഹന്നത്ത് ബീവി പ്രസവിച്ചതൊരു പെൺകുഞ്ഞാണ്. അല്ലാഹുവേ, ഞാൻ പ്രസവിച്ചതൊരു പെണ്ണാണല്ലോ, ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ. വലൈസ ദകറു കൽ ഉൻസ വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഈ കുഞ്ഞിന് മറിയം എന്ന് പേരിടുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ, അല്ലാഹുവേ, ഞാൻ മറിയമിനെയും മറിയമിന്റെ സന്താനങ്ങളെയും നിന്നോട് കാവലിനെ തേടുന്നു. വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം, നിന്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന പിശാചിന്റെ ശർറിൽ നിന്നും കാവലിനെ തേടുന്നു. ഹന്നത്ത് ബീവി പ്രസവിച്ച കുഞ്ഞാണ്. ആ കുട്ടിയുടെ പേരെന്താ? മറിയം. കണ്ടോ, ഷഫീഖിന് മനസ്സിലായി ചരിത്രം അല്ലേ? മറിയം വന്ന വഴി കണ്ടോ? ബനു ഇസ്രായേലിലെ ഫാഖൂദിന്റെ രണ്ട് പെൺമക്കളാണ് ഇഷാ, ഹന്നത്ത്. ഇഷാഇനെ സക്കരിയ നബി കെട്ടി, ഹന്നയെ മസ്ജിദുൽ അഖ്സയിലെ ഇമാമായിരുന്ന ഇമ്രാൻ കല്യാണം കഴിച്ചു. ഇമ്രാൻ വഫാത്താകുന്നതിന് മുമ്പ് ഹന്ന പ്രസവിച്ചു. ആ കുട്ടിയാണ് മറിയം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പോകാം, വിഷയം ട്രാക്കിലെത്തി. നോക്കൂ, ഹന്നയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, അല്ലാഹു ഹന്നയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. ബിഖബൂലിൻ ഹസൻ, ഉദാത്തമായി സ്വീകരിച്ചു, ഉദാത്തമായി സ്വീകരിച്ചു. ഹന്ന ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കി, നിന്റെ ഭവനത്തിന്റെ
നിന്റെ പള്ളിയുടെ ഖിദ്മത്തിന് വേണ്ടി നേർച്ചയാക്കി. പ്രസവിച്ചപ്പോൾ പെൺകുഞ്ഞാണ്, ആണെന്ന നിയത്തിലാണ് നേർച്ചയാക്കിയത്. പ്രസവിച്ചപ്പോൾ പെണ്ണായിപ്പോയി. ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ. ആ സമയത്ത് ഹന്ന പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ട് ആ കുഞ്ഞിന് മറിയം എന്ന് പേര് വെക്കുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു പറയുകയാണ്, മറിയമിനെ നാം സ്വീകരിച്ചു. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ നബാതൻ ഹസനാ. മറിയമിനെ നന്നായി അല്ലാഹു വളർത്തുകയും ചെയ്തു. വകഫലഹാ സക്കരിയ. മറിയമിന്റെ സ്പോൺസർഷിപ്പ്, മറിയമിനെ എടുത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലാഹു ഏൽപ്പിച്ചു. സക്കരിയ നബിയെ ഏൽപ്പിക്കുകയാണ്. കാരണം മറിയമിന്റെ ഉമ്മ ഹന്ന, ഹന്നയുടെ സഹോദരി ഇശാഅത്തിന്റെ ഭർത്താവാണ് സക്കരിയ. അപ്പൊ ആരാ? വേണമെങ്കിൽ എളാപ്പ എന്ന് പറയാം. അല്ലാഹു സക്കരിയ നബിയെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ്. നോക്കൂ, മഹദി ഹന്ന എന്ത് ചെയ്തു? മറിയമിനെ അല്ലാഹു വളർത്തി എന്നല്ലാഹു പറഞ്ഞു. വളരെ പെട്ടെന്ന് മറിയം വളർന്ന് വലുതായി. മറിയമിനെ അതാ ഹന്നത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു മസ്ജിദുൽ അഖ്സയിൽ, ബൈത്തുൽ മുഖദ്ദസിൽ. ബൈത്തുൽ മുഖദ്ദസിൽ സക്കരിയ നബി ഒരു വീട് പണിയുന്നു. ആ വീടിന്, റൂമിന് മെഹ്റാബ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നോക്കൂ, ആ റൂമിലാണ് മറിയം വളർന്ന് വലുതായത്. ആ റൂമിലേക്ക് സക്കരിയ നബി അല്ലാതെ മറ്റാരും കടന്നു പോകാറുമില്ല. അങ്ങനെ മറിയം അല്ലാഹുവിന്റെ ഭവനമായ നമ്മുടെ ഒന്നാമത്തെ ഖിബ്ലയായ മസ്ജിദുൽ അഖ്സയിൽ വളർന്നു വരികയാണ്. സക്കരിയ നബി മറിയമിനെ കാണാൻ പോകുമ്പോഴൊക്കെ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി മറിയമിനെ കാണാൻ മിഹ്റാബിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖാ, വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മറിയമിന്റെ റൂമിൽ കണ്ടെത്തുന്നു. സക്കരിയ നബി ചോദിക്കുന്നു, യാ മറിയമോ അന്നാ ലകി ഹാദാ. ഓ മറിയമേ, ഈ ഫുഡ്, ഈ ഫ്രൂട്ട്സുകളൊക്കെ എവിടെ നിന്ന് കിട്ടി? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം പറയുന്നു, ഇതൊക്കെ അല്ലാഹു തന്നതാണ്, ദൈവികമാണ്. ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ കൊടുക്കുന്നു. അങ്ങനെ സക്കരിയ നബിയുടെ മേൽനോട്ടത്തിൽ, സ്പോൺസർഷിപ്പിൽ മറിയം വളർന്ന് വലുതായി. നോക്കൂ, അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത കായ് കനികളായിരുന്നു അത്. മനസ്സിലായില്ലേ? അങ്ങനെ മറിയം പ്രായപൂർത്തിയോട് അടുക്കുകയാ. പീരീഡ് സമയത്തോട് അടുക്കുമ്പോ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ, ബന്ധുവീട്ടിൽ താമസിച്ച് ശുദ്ധിയായി കഴിയുമ്പോ പള്ളിയിലേക്ക് മടങ്ങി വരും. അങ്ങനെ മറിയം കുളിച്ചു ശുദ്ധിയാകാൻ വേണ്ടി പള്ളിയിൽ നിന്നും പുറപ്പെടുന്നു. ഇനി ബാക്കി ചരിത്രം അല്ലാഹു പറയുന്നത് മറിയം എന്ന സൂറത്തിലാണ്, അധ്യായത്തിലാണ്. അല്ലാഹു പറയുന്നു, വദ്കുർ ഫിൽ കിതാബി മറിയം. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ, പരിശുദ്ധ വേദത്തിൽ മറിയമിനെ പറ്റി പറഞ്ഞ ഭാഗം സ്മരിക്കൂ നബിയെ. ഇതിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ. മറിയം അവരുടെ കുടുംബത്തിൽ നിന്നും അതാ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിപ്പോവുകയാണ്. കിഴക്ക് ഭാഗത്തേക്ക് മറിയം പോവുകയാണ്. ഇതിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ. അവിടെ ഒരു മറയുണ്ടാക്കുന്നു. മറിയമിനെ കുളിക്കാൻ, വസ്ത്രം തിരുമുന്നതിന് വേണ്ടി അതാ കിഴക്ക് ഭാഗത്തൊരു മറയുണ്ടാക്കുന്നു. അപ്പൊ കുളിക്കാൻ മറ വേണമെന്ന് മനസ്സിലായില്ലേ? മറയില്ലാതെ കുളിക്കരുത്, ആണും പെണ്ണും കുളിക്കരുത്.
ചില നദിയിലൊക്കെ ചെന്നാ, പുഴകളിൽ ചെന്നാ നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ ഒരു മറയില്ലാതെ കുളിക്കുന്നത് കാണാം. മറ വേണ്ടേ ഷഫീക്ക്? നിങ്ങളൊരു പക്ഷേ ഈരാറ്റുപേട്ട വന്നാലും ഈ കുളി കാണാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പ്രാസംഗികരും വരുമ്പോ കളിയാക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്താ നിങ്ങളുടെ രണ്ട് പുഴയിലും ഇങ്ങനെ കാണാവല്ലോ ഈ കുളി? സുഹൃത്തുക്കളെ, പണ്ടൊക്കെ ഞങ്ങളും പുഴയിൽ പോവായിരുന്നു. ഇപ്പൊ എല്ലാവരും വീട്ടിൽ ബാത്റൂം സൗകര്യമൊക്കെ ആയി. ബാത്റൂം സൗകര്യം ഇല്ലാത്തവരായിരിക്കും ഒരു പക്ഷേ മറയില്ലാതെ പുഴയിൽ പോയി വസ്ത്രമൊക്കെ കഴുകി. അവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുളിക്കാൻ കുളിക്കടവുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഒന്നും ഒരു മറയില്ല. നോക്കൂ, മറിയം കിഴക്ക് ഭാഗത്തേക്ക് ചെന്ന് ഒരു മറയുണ്ടാക്കി. ഫത്തഹദത് മിൻ ദൂനിഹിം ഹിജാബ, ഒരു ഹിജാബ്, ഒരു മറയുണ്ടാക്കി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നോക്കൂ, ഈറനണിഞ്ഞ മുടിയോടുകൂടി ആ കേശഭാരത്തോടുകൂടി മറിയം വരികയാ. ദൈവസുന്ദരിയല്ലേ മറിയം? മറിയം കുളിക്കടവിൽ നിന്ന് കുളി കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നാം അയക്കുന്നു. അല്ലാഹു പറയുകയാണ്, അവളിലേക്ക്, മറിയമിലേക്ക് റൂഹന, നമ്മുടെ റൂഹിനെ, ജിബ്രീലിനെ നാം അയക്കുന്നു അലൈഹിസ്സലാം. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. ജിബ്രീൽ യഥാർത്ഥ രൂപത്തിലല്ല ചെന്നത്. ഫതമസ്സല ലഹാ, വേഷപ്രച്ഛന്നനായി, ബശറൻ സവിയ്യാ, നല്ല യുവകോമളന്റെ രൂപത്തിൽ, ഒരു യുവാവിന്റെ രൂപത്തിൽ വേഷം സ്വീകരിച്ചുകൊണ്ട് അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീലിനെ അല്ലാഹു മറിയമിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, അതും കുളിക്കടവിൽ വെച്ച് കണ്ടപ്പോ മറിയം ഞെട്ടിപ്പോയി. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. മഹദി മറിയം പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാൻ, പരമകാരുണികനോട് ഞാൻ കാവലിനെ തേടുന്നു, മിൻക, നിന്നിൽ നിന്നും, ഇൻ കുൻത തഖിയ്യാ, നീ മുത്തഖിയാണെങ്കിൽ മാറിപ്പോകണം, നിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു. ഇന്നൊരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജാർഖണ്ഡിൽ 18 വയസ്സുകാര് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന രംഗം വാട്സാപ്പിൽ ഇന്നലെയൊക്കെ വന്നിരുന്നു. ഭയ്യ ഭയ്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി നിലവിളിക്കുക. മനസ്സിലായില്ലേ? ഓരോരുത്തർ വന്നിട്ട് ചുരിദാറെ പിടിച്ച് വലിച്ചു കീറുന്നു. ഒരാള് എന്തൊക്കെയാ കാണിക്കുന്ന പരസ്യമായിട്ട് കുറെ നേരം കാണിക്കുക. ഒരൊറ്റ പെണ്ണിനും ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. കുളിക്കടവിൽ വെച്ച് പെട്ടെന്നൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ മറിയം പതറിപ്പോയി. റഹ്മാനായ റബ്ബിനോട് ഞാൻ കാവലിനെ തേടുന്നു, നീ ഒന്ന് മാറിപ്പോകൂ എന്റെ മുന്നിൽ നിന്ന്, നീ ഭക്തനാണെങ്കിൽ. ഇൻകുന്ത തഖിയ്യ. അപ്പോൾ മനുഷ്യവേഷത്തിൽ, യുവാവിന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ മറിയമിനോട് പറയുകയാണ്, ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യാ. ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ് മറിയമേ, നിന്റെ റബ്ബിന്റെ ദൂതനാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല പരിശുദ്ധമായ ഒരു കുഞ്ഞിനെ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വീണ്ടും ഞെട്ടി മറിയം, പടച്ചവനെ, കുഞ്ഞിനെ തരാനോ? ഈ കുളിക്കടവിൽ വെച്ച് ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് ഒരു യുവാവ് വന്നിട്ട് പറയുന്നു, ഞാൻ ദൈവദൂതനാണ്, ഒരു കുഞ്ഞിനെ തരാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെയാണ് ഒരൊറ്റ ഓട്ടം ഓടും, ഇല്ലേ? അതോ ഫോൺ നമ്പർ മേടിക്കുവോ? എന്നോട് ഇന്നലെ ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദേ ഭയങ്കര ഒരു ഭാഗ്യം ഇന്നലെ ഉണ്ടായി. എന്താടാ? അതെ ഒരു പെണ്ണെന്നെ ഇന്നലെ എനിക്ക് മെസ്സേജ് വിട്ടു. എന്താടാ മെസ്സേജ് വിട്ടെ? ഹൈ എന്നെ വിളിച്ചിരിക്കുക. ഹൈ. ഞാൻ നീ തിരിച്ചെന്ത് മെസ്സേജാ വിട്ടത്? ഞാൻ ഹായ്ന്ന് നീട്ടി വിട്ടു.
എനിക്ക് ഹായ് എന്നൊരു മെസ്സേജ് വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? ഹായ് എന്നൊരു മെസ്സേജ് വിട്ടു. ഇനി നാളെ അവൾ എന്ത് മെസ്സേജാ വിടുന്നത് ഞാൻ കാത്തിരിക്കുക, ഉറങ്ങുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? നോക്കൂ, മറിയം ഞെട്ടിപ്പോയി. മറിയം പറയുകയാണ്, ഖാലത്ത് അന്നാ യകൂനു ലി ഗുലാം വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ. ഖാലത്ത് മറിയം പറയുകയാണ്, അന്നാ യകൂനു ലി ഗുലാം, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുക? വലം യംസസ്നി ബശറുൻ, ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷൻ എന്നെ തൊട്ടിട്ടില്ല. വലം അകു ബഗിയാ, ഞാൻ ദുർനടപ്പുകാരിയുമല്ല, ഞാൻ അഭിസാരികയുമല്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരു പുരുഷൻ അവിഹിത ബന്ധത്തിലൂടെ എന്നെ തൊട്ടിട്ടില്ല, ഞാൻ ദുർനടപ്പുകാരിയുമല്ല. മറിയം പറഞ്ഞത് പ്രകൃതി നിയമമാ. ഒരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ, ഒരു സ്ത്രീക്ക് കുട്ടിയുണ്ടാകണമെങ്കിൽ അവളുടെ കല്യാണം കഴിയണം, അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് അവൾ മുതിരണം, അല്ലേ? മറിയം പറയുകയാണ്, എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല, ഞാനാണെങ്കിൽ മോശക്കാരി പെണ്ണുമല്ല, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാവും? അപ്പോൾ നോക്കൂ, യുവാവിന്റെ വേഷത്തിൽ മുന്നിൽ വന്ന് നിൽക്കുന്ന യുവകോമളൻ ജിബ്രീൽ പറയുകയാണ്, ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. മറിയമേ, നീ പറഞ്ഞത് പ്രകൃതി നിയമമാണ്. ഖാല കദാലികി ഖാല റബ്ബുകി, നിന്റെ നാഥൻ പറയുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, ഒരു പുരുഷന്റെ തുണയില്ലാതെ, ഒരു പുരുഷൻ എന്ന മീഡിയേറ്റർ ഇല്ലാതെ, മധ്യസ്ഥനില്ലാതെ ഒരു സ്ത്രീക്ക് നിനക്ക് കുഞ്ഞിനെ തരാൻ ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹു പറയുന്നു, അതെനിക്ക് എളുപ്പമുള്ള കാര്യമാണ്, അതെനിക്ക് എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹു തആലയ്ക്ക് എളുപ്പമാണ് ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ. വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ. യുവാവിന്റെ വേഷത്തിൽ വന്ന ജിബ്രീൽ പറയുകയാണ്, വലിനജഅലഹു ആയതൻ ലിന്നാസ്, ആ കുഞ്ഞ് ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിരിക്കും. വറഹ്മതൻ മിന്നാ, നമ്മുടെ ഭാഗത്ത് നിന്ന് റഹ്മത്തുമായിരിക്കും. അതെന്തിനാണെന്നറിയോ? മറിയമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നോക്കൂ, അല്ലാഹു തആല എന്ത് ചെയ്തു? ഇനി അവിടെ ഒന്നും സംസാരിക്കാൻ സമയമില്ല. വകാന അംറൻ മഖ്ളിയാ, ആ കാര്യം നടന്നു കഴിഞ്ഞു. വകാന അംറൻ മഖ്ളിയാ, അത് നടന്നു കഴിഞ്ഞു. ഏത് ആ കാര്യം നടന്നു കഴിഞ്ഞു. അതെങ്ങനെയാ നടന്നേ? അത് പറയട്ടെ. നോക്കൂ, രണ്ട് സ്ത്രീകളെ വിശ്വാസികൾക്ക് മാതൃകയായി ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാരാ? ഒന്ന് മറിയം, മറ്റൊന്നാരാ? ഫറോവയുടെ ഭാര്യയായ ആസിയ. രണ്ടു സ്ത്രീകൾ വിശ്വാസികൾക്ക് മാതൃകയാണ്. ഇവിടെ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തു തഹ്രീം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, വമർയം ഇബ്നത ഇമ്രാൻ, ഇമ്രാന്റെ പുത്രി മറിയം, അല്ലതീ അഹ്സനത് ഫർജഹാ, ആ മഹിളാരത്നത്തെ ഇമ്രാന്റെ പുത്രി മറിയമിനെ വിശ്വാസികൾക്ക് നാം മാതൃകയാക്കി വെച്ചിട്ടുണ്ട്. അല്ലതീ അഹ്സനത് ഫർജഹാ, അവർ അവരുടെ ഗോപ്യമാകത്തെ സൂക്ഷിച്ചു വെച്ചു, അവരുടെ ഫർജിനെ അവർ സൂക്ഷിച്ചു വെച്ചു, അവരുടെ ജനനേന്ദ്രിയത്തെ അവർ സൂക്ഷിച്ചു വെച്ചു. ഉണ്ടോ? അവൾ പരിശുദ്ധയായിരുന്നു. ആര്? വേദം ഖുർആൻ, 4-ാം വേദം ഖുർആൻ പറയുകയാ, അവൾ പരിശുദ്ധയായിരുന്നു. ആര്? മറിയം പരിശുദ്ധയായിരുന്നു. ജൂതന്മാരെന്തു പറഞ്ഞു? അപവാദം പറഞ്ഞു. മറിയം വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു. മറിയമിന്റെ പുത്രൻ ജാരസന്താനം എന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറയുകയാണ്, ഖുർആൻ എന്ത് പറഞ്ഞു?
മറിയം പരിശുദ്ധയാണ്, അക്കാലത്തെ വനിതകളുടെ നേതാവാണ് എന്നൊക്കെയാണ് ഖുർആൻ മറിയമിന് കൊടുത്തിരിക്കുന്ന ബഹുമാനം. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ഇതൊന്നും സാധാരണ പ്രാസംഗികർ ഞാൻ വരെ പറയാറില്ല. ഞാനിതിപ്പോ എനിക്കൊന്ന് 2 or 3 സ്റ്റേജിലേക്ക് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കരുവയിൽ രണ്ടാമത് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു എന്ത് വിഷയമാണ് കൊടുക്കണ്ടേ. ഒരു പുതിയ വിഷയം ആയിക്കോട്ടെ. കാരണം നമ്മുടെ ഇവിടുത്തെ ഉമ്മപെങ്ങന്മാർക്കൊക്കെ ചരിത്രം ഇഷ്ടമാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പോട്ടെ, ഇന്നിപ്പോ ആള് കുറഞ്ഞൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ ആളൊക്കെ മതി, ഞാൻ പറഞ്ഞോളാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വന്നല്ലോ, ഈ പ്രതികൂല കാലാവസ്ഥയിലും നിങ്ങൾ ഇവിടെ എത്തിയതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരുപാട് സ്ത്രീകളും വന്നിട്ടുണ്ട് അല്ലേ? അവരെവിടെ ഇരിക്കുന്നേ? മഴ നനയാതിരിക്കുവോ? അൽഹംദുലില്ലാ, അല്ലാഹു പടച്ചോൻ കാലാവസ്ഥ അനുകൂലമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കാര്യം നടന്നു കഴിഞ്ഞു. അതെങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം അല്ലേ? മറിയം ഗർഭിണിയാകണ്ടേ? ആവണ്ടേ? അതെങ്ങനെയാ നടന്നത് നമുക്ക് നോക്കാം. അഹ്സനത്ത് ഫർജഹ, മറിയമിന്റെ ഫർജിനെ, ജനനേന്ദ്രിയത്തെ സൂക്ഷിച്ചു വെച്ചു, പരിശുദ്ധയാക്കി വെച്ചു. നമ്മുടെ മക്കൾക്ക് ഭാവി വധുവിനെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന എന്തായിരിക്കും? ആരും തൊടാത്ത, ആരും മേയാത്ത, നല്ല പരിശുദ്ധവും പവിത്രവുമായ ഒരു കുഞ്ഞിനെ കിട്ടണം എന്നല്ലേ ചിന്തിക്കുക അല്ലേ? ഇന്നത്തെ ക്യാമ്പസിലും കോളേജിലും ആ സൈസ് കിട്ടുവോ? ഇന്ന് എവിടെ നോക്കിയാലും എർത്ത അല്ലേ? ഒരാൺ ഒറ്റയ്ക്ക് ഇരിക്കൂല, ഒരു ഗേൾ ഫ്രണ്ട് വേണം. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇരിക്കൂല, അവൾക്കും വേണം എർത്ത്, ബോയ് ഫ്രണ്ട് വേണം. കുറച്ച് മുന്നോട്ട് പോകുമ്പോ കപ്പിൾസ് ആവും, ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. എന്തൊക്കെയാ ബസ്സിലും ട്രെയിനിലും കാണുന്നത് അല്ലേ? കണ്ടോ? യുവാക്കൾക്ക് സങ്കടം. ഉസ്താദ് ഇപ്പൊ ഇതൊക്കെ പറയും, ഞങ്ങൾ പഠിച്ചപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ പഠിച്ചാൽ മതിയായിരുന്നു കോളേജിൽ ഇല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ഖിയാമത്ത് നാൾ അടുത്തു. അതാണ് ഈ എർത്തും ഈ ഒട്ടിപ്പിടുത്തവും ഒക്കെ, ഈ കപ്പിൾസൊക്കെ. നമ്മൾ പഠിക്കുമ്പോൾ കുറെ നീറ്റാ. എന്റെ ഭാര്യ തളിപ്പറമ്പ് സരസൈദിൽ ഡിഗ്രി എടുത്ത് ബികോം. ഞാൻ ഇന്നത്തെ കാര്യം പറയുമ്പോ അവള് പറയാ അന്ന് അതൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? എന്താ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഖുർആൻ എന്താ? അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് മാതൃകയാണ്, ആണിനും പെണ്ണിനും മറിയം മാതൃകയാണ്. അവര് പരിശുദ്ധയായിരുന്നു, അവരുടെ ജനനേന്ദ്രിയം അവര് ശുദ്ധമാക്കി വെച്ചു. അഹ്സനത്ത് ഫർജഹ വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, നാം ഊതി നമ്മുടെ റൂഹിനെ അവരിലേക്ക് ഊതി. ആ കാര്യം നടന്നു. മനസ്സിലായില്ലേ? ഞാനൊന്ന് ഊതട്ടെ. കണ്ടോ? ഊതുക എന്ന് പറയുമ്പോ തന്നെ അതൊരു കാറ്റാ അല്ലേ? അതൊരു എയറല്ലേ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ പില്ലോ വാങ്ങിച്ച് ട്രെയിനിൽ വെച്ച് നിങ്ങൾ ഊതി 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 നിങ്ങൾ അതിനകത്ത് കാറ്റ് കയറ്റിയിട്ടല്ലേ യാത്ര ചെയ്യുക, തലകണിയാക്കി വെക്കുന്നത് അല്ലേ? അപ്പോ എയർ പില്ലോയിൽ അകത്ത് മുഴുവനും പഞ്ഞിയാണോ കാറ്റാണോ? നിങ്ങൾ എന്താ ഊതിയേ? അള്ളാഹു പറയുക, നാം ഊതി ഫീഹി മിർ റൂഹിന. അതിനുമുമ്പ് അള്ളാഹു പറഞ്ഞു മറിയം അവരുടെ ഫർജിനെ സൂക്ഷിച്ചു വെച്ചു. നാം ഊതി നമ്മുടെ റൂഹിനെ. കണ്ടോ? فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه. മറിയം വാസ്തവീകരിച്ചു, മറിയം അതിനെ അംഗീകരിച്ചു, റബ്ബിന്റെ വചനങ്ങളെ. വകുതുബി, അല്ലാഹുവിന്റെ വേദങ്ങളെയും മറിയം അംഗീകരിച്ചു. വകാനത് മിനൽ ഖാനിതീൻ, മറിയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവരിൽ പെട്ട വനിതയായിരുന്നു. കണ്ടോ? അല്ലാഹു ഊതി എന്ന തഹരീമില് മറിയമിൽ അല്ലാഹു പറഞ്ഞു, ജിബ്രീലിനെ മറിയമിന്റെ മുന്നിലേക്ക് വിട്ടു, നല്ല യുവ കോമളനായി. ഉണ്ടോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അതാ മറിയമിന്റെ കുപ്പായ കഴുത്തിലൂടെ അന്ന് മറിയം ധരിച്ചിരുന്ന ഗൗണിന്റെ ആ കഴുത്തിലൂടെ ജിബ്രീൽ ഊതി. അതാ ഊതുകയാണ്. വകാന അംറൻ മഖളിയാ, ആ കാര്യം നടന്നു കഴിഞ്ഞു. മറിയം ഗർഭിണിയായി. അപ്പോ മറിയം പ്രഗ്നന്റ് ആവാൻ കാരണം അല്ലാഹു ഊതിയെന്നും
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഗബ്രയേൽ മാലാഖ ഊതിയെന്നും പരിശുദ്ധ ഖുർആൻ. ആ ഊതലാണ് ഗർഭധാരണത്തിന് കാരണമായത്. മനസ്സിലായില്ലേ? പരിശുദ്ധ ഖുർആൻ നോക്കൂ. ഇപ്പോ മറിയം നേരത്തെ പറഞ്ഞ സ്ത്രീയല്ല, ഇപ്പൊ ഗർഭിണിയാണ്. فحملته فانتبذت به مكانا قصيا. മുഖേന മഹദി മറിയം ഗർഭിണിയാവുകയാണ്. നോക്കൂ, അസ്വസ്ഥയാവുകയാണ്, ദുഃഖിതയാവുകയാണ്. വീട്ടിലേക്ക് പോകാൻ തയ്യാറാവാതെ അതാ മറിയം തൊട്ടടുത്ത് കണ്ട ദൂരത്ത് ആ കുന്നിലേക്ക് കയറുകയാണ്. അതാ കുന്നിന്റെ പേര് ബൈത്തുലഹം എന്നാണ്. മറിയം അങ്ങോട്ട് കയറിപ്പോവുകയാണ്. فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. അല്ലാഹു പറയുകയാണ്, ആ കുന്നിന്റെ മുകളിലേക്ക് അകലത്തിലേക്ക് മറിയം കയറിപ്പോകുന്നു. അവിടെ ഒരു ഈന്തപ്പന മരം ഉണങ്ങി നിൽക്കുന്നു. ആ ഈന്തപ്പന മരത്തിന്റെ അടുത്തേക്ക് ഗർഭിണിയായ മറിയം നടന്നു പോകുന്നു. എന്നിട്ട് ആ മരത്തെ ചുറ്റുവരിയുന്നു, കെട്ടിപ്പിടിക്കുന്നു. കാലത്ത് മറിയം പറയുന്നു, മറിയം പറയുകയാണ്, ലൈതനീ മിത്തു, ഞാനൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ, വകുന്തു നസിയം മൻസിയ, ഞാൻ ഈ കുഞ്ഞിനെ കാണുന്നതിനു മുമ്പ് വിസ്മൃതിയുടെ ലോകത്തിൽ ലയിച്ചു പോയിരുന്നെങ്കിൽ, ഞാനൊന്നും മരണപ്പെട്ടിരുന്നെങ്കിൽ, ഞാനൊന്നും മറപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ. അതാ മറിയം കരയുകയാണ്. ഈന്തപ്പനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മറിയം വാരിപ്പുണർന്നപ്പോൾ ആ ഈന്തപ്പന മരം പച്ചപ്പുള്ളതായി എന്ന് തഫ്സീറിൽ കാണാം. ആ മരം, അതിന്റെ ഗ്രീനറി, അതിന്റെ അഴക്, അതിന്റെ ഭംഗി പുറത്തു കാണിക്കാൻ തുടങ്ങി. മറിയമിന്റെ കറാമത്തായി മുഫസ്സിറുകൾ അത് രേഖപ്പെടുത്തുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ചു ആ മരത്തെ. അല്ലാഹുവേ, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് വിസ്മൃതിയുടെ ലോകത്തിൽ ലയിച്ചു പോയിരുന്നെങ്കിൽ. നോക്കൂ, പ്രസവം നടക്കുകയാണ്. മറിയം കരയുകയാണ്. ഞാൻ എന്ത് പറയും സമൂഹത്തോട്, വീട്ടുകാരോട്? ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ. ഈ കുഞ്ഞിന്റെ ഉപജ്ഞാതാവാരാണ്, ഞാൻ തെറ്റുകാരിയാണ്, പാപിയാണെന്നൊക്കെ ജനങ്ങൾ പറയുമല്ലോ. മറിയം ദുഃഖിക്കുകയാണ്. ആ സമയത്തൊരു അശരീരി കേൾക്കുന്നു. ആ മലയുടെ അടിവാരത്ത് നിന്നും മറിയമിനെ വിളിക്കുന്നു. അല്ലാ തഹ്സനീ, മറിയമേ ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നീ നിൽക്കുന്ന മലയടിവാരത്തിന്റെ താഴെ അതാ നല്ലൊരു തെളിനീരൊഴുകുന്നു, ഉറവ പൊട്ടു അല്ലാഹു ഒഴുക്കുകയാണ്. മറിയമിനോട് പറയുന്നു, മറിയമേ നീ ദുഃഖിക്കണ്ട, നീ നിൽക്കുന്ന മലയുടെ താഴ്ഭാഗത്ത് നല്ലൊരു ശുദ്ധമായ തെളിനീരൊഴുകുന്നു. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ നീ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈന്തപ്പന മരമില്ലേ, നോക്കൂ, ആ വെള്ളം കുടിക്കണം. നിന്റെ കണ്ണ് കുളിർമയാവട്ടെ. നിന്റെ നവജാത ശിശുവിനെ, ആ കുട്ടിയെ നീ നോക്കൂ മറിയമേ എന്നൊരു വിളി ആ മലയുടെ ഒരു ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഫനാദാഹ, ഉണ്ടോ? അവളെ വിളിച്ചു എന്ന് അള്ളാഹു പറഞ്ഞത്. ഒരു അശരീരം, ശരീരം കാണുന്നില്ല, ഒരു ശബ്ദം മാത്രം, വോയിസ് കേൾക്കാം. മറിയം എന്ത് ചെയ്തു? ഈത്തപ്പന പിടിച്ച് കുലുക്കിയപ്പോ നല്ല പഴുത്ത ഈത്തപ്പഴം. താഴത്തോട്ട് നോക്കിയപ്പോ നല്ലൊരു ഉറവ. അല്ലാഹ് പറഞ്ഞ പോലെ ചെയ്തു. ഈത്തപ്പഴം തിന്നു, വെള്ളവും കുടിച്ചു. ഗർഭിണികൾ ചെയ്യേണ്ട കാര്യമായി പറഞ്ഞ അല്ലാഹു തആല. ഇത് 1-ാം മാസം ആവുമ്പോ തന്നെ പോകും ആശുപത്രിയിലേക്ക്, മൾട്ടി സ്പെഷ്യാലിറ്റി. അവര് പറയും വിശ്രമിക്കണേ, ശരീരം ഇളകല്ലേ. നമുക്കെന്താ പറയാനുള്ളത്? ഫർളും സുന്നത്തും ഒക്കെ നിസ്കരിച്ചോ താത്താ, നമുക്ക് പറയാനുള്ളത്. ഇസ്രാഖും ദുഹായും തഹജ്ജുദും ഒക്കെ നിസ്കരിച്ചു. ഡോക്ടേഴ്സ് എന്ത് പറയും? അനങ്ങല്ലേ, ഇളകല്ലേ, ഈ വൈറ്റമിൻസ് ഗുളിക, കുറെ വൈറ്റമിൻസ് ഗുളികയും കൊടുക്കും.
സുബ്ഹാനല്ലാഹ്, പ്രസവിക്കുവോ? ശരീരം ഇളകൂല ഈ സാധനം. സീരിയലും കണ്ടോണ്ടിരിക്കുക, കിനാവള്ളിയൊക്കെ കണ്ടോണ്ടിങ്ങനെ ഇരിക്കും. എവിടെ പ്രസവിക്കും? പ്രസവവേദന എടുത്താലും പ്രസവിക്കൂല, കൊണ്ടുപോയി കീറും, സിസേറിയൻ പേരിടും. എന്നിട്ട് പറയും അവള് പ്രസവിച്ചത് ഇവിടെയാ, മൾട്ടി സ്പെഷ്യാലിറ്റിയിലാ. നിങ്ങളുടെ മൾട്ടി ഇവിടെ ഉണ്ടല്ലോ, എന്താ മീഡിയ സിറ്റിയിൽ, മെഡിസിറ്റിയിൽ. ഹബീബേ, ഒരു 4-5 മാസം കഴിയുമ്പോ നല്ല ഈത്തപ്പഴം മേടിച്ചു കൊടുക്ക്. ആർക്ക്? ലൈഫ് പാർട്ട്ണർക്ക്. 3 മാസത്തിന് മുമ്പ് കൊടുക്കല്ലേ, ഈത്തപ്പഴം ചൂടാ, തട്ടിപ്പോവും. പപ്പായയും കൊടുക്കരുത്. പപ്പായ ഞങ്ങളുടെ ഇരാറ്റുപേട്ട ഓമയ്ക്കാന്ന് പറയും. നിങ്ങളെന്ത് പറയും? ഇത് രണ്ടും അല്ലാത്തൊരു ഭാഷയാ കൊല്ലംകാരുടേത്. കപ്പയ്ക്ക. അത് ഭയങ്കര ചൂടാ, പക്ഷെ നല്ല സാധനം. അത് ഏത് പറമ്പിൽ ഏത് തൊടിയിലും വളരും. നിങ്ങളുടെ പറമ്പിലൊക്കെ അത് വളർത്തി കൃഷിയാക്കുക. നല്ല ശരീരത്തിൽ പ്രോട്ടീൻ. ഈത്തപ്പഴം ഒരു 3-4 മാസം കഴിഞ്ഞേ കൊടുക്കാവൂ. കാരണം ചൂടാണ്, ഒരു പക്ഷേ ആ ഗർഭം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം സുഹൃത്തുക്കളെ, ഒരു 6-7 മാസം നോക്കൂ, പൂർണ്ണ വളർച്ച 6 മാസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് നല്ല ഈത്തപ്പഴം മാതാവ് തിന്നുന്നതിലൂടെ കുട്ടിക്ക് നല്ല കളറുണ്ടാവും. പ്രസവം കഴിഞ്ഞാലും മാതാവ് ഇത് കഴിക്കണം, മുലപ്പാലുണ്ടാവും. അത് സംബന്ധമായിട്ട് നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്ക്, ഒരുപാട് അറിവ് കിട്ടും. അള്ളാഹു വെറുതെ പറഞ്ഞല്ല. അള്ളാഹു പറഞ്ഞു, മറിയമേ ഈത്തപ്പഴം തിന്ന്, വെള്ളം പച്ചവെള്ളം കുടിക്ക്. ഇനി നോക്ക് ആരാ അടുത്ത് കിടക്കുന്നത്. നോക്കി മറിയം, നല്ലൊരു കുഞ്ഞ്. ആണോ പെണ്ണോ? കുട്ടിയാണോ പെണ്ണോ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം അല്ലേ? എന്റെ മൂത്തവും മോൻ, രണ്ടാമത്തവും മോൻ, മൂന്നാമത്തവും മോൻ. എനിക്ക് പെണ്ണില്ല, ഞാനത് അബൂ ഷമ്മാസായത്. മനസ്സിലായില്ലേ? ഷമ്മാസിന്റെ വാപ്പ, എന്റെ പേര് അലി മുഹമ്മദ് അലി എന്നൊക്കെയാ. കഴിഞ്ഞ വർഷം വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ, ഇനി ആവർത്തിക്കണോ? ഇനി ആവർത്തിക്കൂല. ആൾക്കാർ ഓർക്കൂല, ഇതൊന്നെ മൂപ്പർക്ക് പറയാൻ സമയമുള്ളൂ എന്ന് അല്ലേ? അല്ലെങ്കിൽ തന്നെ പ്രവാചകരെ പറ്റി കുറ്റവാ. ഇവര് 1/2 മണിക്കൂർ അവരുടെ കാര്യം പറയുമെന്നാ എല്ലാരും പറയുന്നത് അല്ലേ? പോട്ടെ, പ്രവാചകരെ തെറിവിളിക്കാതെ ഞങ്ങൾ പാവങ്ങൾ ജീവിച്ചോട്ടെ ഇൻഷാ അല്ലാഹ്. മറിയം ഒറ്റ കുലുക്കി ആല്ല ഈത്തപ്പഴം വീണു. അതെല്ലാം പിറക്കി തിന്നു. അള്ളാഹ് പറഞ്ഞ പോലെ പച്ചവെള്ളവും കുടിച്ചു. ഇനി എന്ത് വേണം? ഹാപ്പിനെസ് ആവണം. കുട്ടിയെ നോക്കി, നല്ലൊരു കുട്ടി. അള്ളാഹ് പറഞ്ഞു, കുട്ടീനെ എടുത്തോണ്ട് വീട്ടിൽ പോ. റബ്ബേ, ഞാൻ എങ്ങനെ പോകും? വീട്ടുകാർ ഇപ്പൊ തന്നെ ജനങ്ങൾ അവളെ നിറഞ്ഞിട്ടുണ്ടാവും. കാരണം കുളിക്കാൻ വന്നതാ, പിന്നെ എന്നെ കണ്ടിട്ടില്ല. തിരിച്ചു വരുന്ന കുട്ടിയുമായിട്ടാ. നാട്ടുകാരും ജൂതന്മാരും എന്ത് പറയും? സുഹൃത്തുക്കളെ, അല്ലാഹു തആല മറുപടി പറഞ്ഞു, നിന്നോട് എന്ത് പറഞ്ഞാലും നീ മുണ്ടണ്ട, മറുപടി കൊടുക്കണ്ട. മനസ്സിലായില്ലേ? വകുലി വശ്റബി വഖർരി ഐനാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ. ജനങ്ങളിൽ ആരെങ്കിലും നിന്നെ കണ്ടാൽ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, നീ പറയണം, ഞാൻ അല്ലാഹുവിന് വേണ്ടി മൗന നോമ്പ് നോറ്റിരിക്കുന്നു, സംസാരിക്കുകയില്ല, മൗന നോമ്പ് ആചരിക്കുകയാണ്. കണ്ടോ? لن نكلم اليوم إنسيا فأتت به قومها تحمله. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് ജനതയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വീടും കുടുംബവും നാട്ടുകാരും ബന്ധുക്കളും നിറഞ്ഞു നിൽക്കുകയാണ്. ഖാലൂ യാ മറിയം, അവര് പറഞ്ഞു, ഓ മറിയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, നീ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. മാ കാന അബൂകി ഇംറഅ സൗ വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു, നിന്റെ ബാപ്പ മോശക്കാരനല്ലായിരുന്നു. വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മ മറിയമേ, നിന്റെ ഉമ്മയുണ്ടല്ലോ ഹന്നത്ത്, അവരും ദുർനടപ്പുകാരിയല്ലായിരുന്നു. നീ എന്തായി ചീത്തയായേ? നിനക്കെവിടുന്നേ കുട്ടിയെ കിട്ടിയേ? ഒരുപാട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അള്ളാഹ് എന്ത് പറഞ്ഞു? ആരെന്ത് ചോദിച്ചാലും മുണ്ടണ്ടെന്നല്ലേ അള്ളാഹ് പറഞ്ഞേ? മൗന നോമ്പ്. കണ്ടോ? മറിയം ഉണ്ടായിരുന്നപ്പോ അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി.
വീണ്ടും അവർ പറഞ്ഞപ്പോ മറിയം എന്ത് ചെയ്തു? ആ കുഞ്ഞു കിടക്കുന്ന തൊട്ടിലേക്ക് ഇഷാറ ചെയ്തു, വിരൽ ചൂണ്ടി. എന്നോട് ചോദിക്കണ്ട, ആ കുട്ടിയോട് ചോദിച്ചു. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. അവര് പറഞ്ഞു, തൊട്ടിലിൽ കിടക്കുന്ന നവജാത ശിശുവിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? നീ എന്താ വിവേകമായി പറയുന്ന മറിയമേ? തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ചോദിക്കാനോ? നോക്കൂ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് അതിന് മറുപടി പറയുകയാ. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് പറയുകയാണ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ ദൈവദാസനാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, ജാരസന്താനമല്ല, എന്റെ ഉമ്മ വ്യഭിചരിച്ചിട്ടുമില്ല. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്, അവൻ എനിക്ക് വേദം തന്നിട്ടുണ്ട്, ഇഞ്ചീൽ. വജഅലനി നബിയ്യ, അവൻ എന്നെ പ്രവാചകനുമാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ബർക്കത്തുള്ള ശിശുവാണ്, അനുഗ്രഹീതനാണ്. വഅവസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അവിടെ അല്ലാഹു തആല എന്ത് പറഞ്ഞു? സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഉണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അല്ലാഹു വസിയത്ത് ചെയ്തിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ. എന്റെ സ്നേഹനിധിയായ എന്റെ ഉമ്മയ്ക്ക് പുണ്യം ചെയ്യാനും അല്ലാഹു വസിയത്ത് ചെയ്തിട്ടുണ്ട്. വബർറൻ ബിവാലിദതി. അതെന്താ അവിടെ ഉമ്മാനെ മാത്രം പറയാൻ കാരണം? എന്താ വാപ്പാനെ പറയാഞ്ഞത്? ഓ എന്താ? എന്താ പറ? ഈസാ നബിക്ക് വാപ്പയില്ലല്ലോ. ഈസാ നബിക്ക് ഉമ്മയല്ലേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് ഈസാ നബി കിടന്നത്. നോക്കൂ, ഒരു വാപ്പയില്ല, ഒരു പുരുഷൻ തൊട്ടിട്ടില്ല. തൊട്ടോ മറിയമിനെ? അല്ലാഹു ഊതിയതല്ലേ ജിബ്രീലിനെ വിട്ടുകൊണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഉണ്ടോ? മനസ്സിൽ മുഴുവനും സീരിയലാണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ. അവൻ എന്നെ അഹങ്കാരിയാക്കിയിട്ടില്ല, സ്വേച്ഛാധിപതിയാക്കിയിട്ടില്ല, പരാജിതനുമാക്കിയിട്ടില്ല. വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ. ഇനി ഒരു ദുആയ, വസ്സലാമു അലയ്യ യൗമ ഉലിദ്തു വയൗമ അമൂത് വയൗമ ഉബ്അസു ഹയ്യാ. അല്ലാഹുവിന്റെ രക്ഷ എനിക്കുണ്ടാവട്ടെ, ഞാൻ പ്രസവിച്ച ദിവസം, വയൗമ അമൂത്, ഞാൻ മരിക്കുന്ന ദിവസം, വയൗമ ഉബ്അസു ഹയ്യാ, ഞാൻ ജീവനോടെ പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം. ഞാൻ വിചാരിച്ചതേ ഈ ആയത്ത് ഇതൊരു സാധാരണ ആയത്തെന്നാണ് വിചാരിച്ചത്. ഒരു ദിവസം ഞാൻ ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലായത്. അതായത് ഞാനും നിങ്ങളും ഈ ലോകത്തേക്ക് വരുന്ന ഓരോ കുഞ്ഞും നവജാത ശിശുവും 3 ഘട്ട, വലിയ ഘട്ടം അവരുടെ. ഒന്ന് ജനിക്കുന്ന ദിവസം, മറ്റൊന്ന് മരണപ്പെടുന്ന ദിവസം, മറ്റൊന്ന് ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് എഴുന്നേൽക്കുന്ന ദിവസം. ആ 3 ഘട്ടം സന്നിഗ്ധ ഘട്ടമാണ്. നോക്കൂ, ബാപ്പ ആശുപത്രിയുടെ വരാന്തയിൽ കൂടെ ആയത്തുൽ കുർസി ഓതി നടക്കുക. യാ ലത്തീഫ് യാ അല്ലാഹ്, എന്റെ വൈഫൈയുടെ പ്രസവം എളുപ്പമാക്കണേ. വൈഫല്ല, വൈഫൈ. ഇനി ഭാര്യയ്ക്ക് വൈഫൈ എന്നാ പറയാ. മനസ്സിലായില്ലേ? ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ആയത്തുൽ കുർസി ഓതി നടക്കാനല്ലേ പറ്റുള്ളൂ. അവള് ലേബർ റൂമിനകത്താ. ആ പാവം പെങ്കൊച്ച് പൂർണ്ണ ഗർഭിണിയാ. അവൾ അനുഭവിക്കുന്ന വിഷമം ആർക്കറിയാം?
ചുണ്ടൊക്കെ വറ്റി ഉണങ്ങി, സുബ്ഹാനല്ലാഹ്, പച്ച ഡ്രസ്സൊക്കെ ഇട്ട് പ്രസവം നടക്കുമോ അതോ സിസ്റ്റർമാർ വന്ന് കീറുവോ ഒന്നും പറയാൻ പറ്റൂല. വസ്സലാമു അലയ്യ യൗമ വുലിത്തു, ഞാൻ ജനിച്ചു ദുനിയാവിലേക്ക് വരുന്ന ദിവസം അള്ളാഹുവിന്റെ രക്ഷ എനിക്കുണ്ടാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും, ആരെല്ലാം ഗർഭിണിയാണോ പടച്ചവൻ അവരുടെ എല്ലാം പ്രസവവേദന എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വയൗമ അമൂത്, ഞാൻ മരിക്കുന്ന ദിവസം. നോക്കൂ, നമുക്കെല്ലാം ഉണ്ട്. വീടുണ്ട്, കാറുണ്ട്, ഓഡിയുണ്ട്, BMW ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, മക്കളും ഉണ്ട്. പക്ഷേ മരിക്കുന്ന ദിവസം എനിക്കാരാ തുണ? എൻ്റെ റബ്ബ് മാത്രം. അല്ലേ? അല്ലേ? നിങ്ങൾക്കാരാ തുണ? റബ്ബ് മാത്രം. നമ്മുടെ ഭാര്യ പോലും അടുത്ത് വരൂല. റൂഹ് പോകുമ്പോ അവള് കിടന്ന് കരയും, ഇനി എനിക്ക് ആരുണ്ട് റബ്ബേ? അല്ലേ? ഇനി എനിക്ക് ആരുണ്ട്? ഇനി എനിക്ക് ആരുണ്ടെന്നാ ചോദിക്കുന്നത്. ഇത്രയും കാലം ഇങ്ങേരുണ്ടായിരുന്നു, ഇനി എനിക്ക് ആരുണ്ട് എന്നാ. അല്ലേ? ആ, ഭാര്യ മരിച്ചാ കെട്ടിയവൻ 6 മാസം തികയുന്നതിന് മുമ്പ് വേറെ പോയി കെട്ടും. ഇന്നലെ ഒരാൾ ചീറിപ്പോന്നു, നിൽക്കുന്നില്ല. എന്താ? അതെ, എന്റെ അളിയനാ, എന്റെ പെങ്ങള് മരിച്ചിട്ട് 6 മാസം തികയുന്നതിന് മുമ്പ് ആ കാബാലികുമ്പോ വേറെ പെണ്ണ് കിട്ടി. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും നിയമമില്ല. ഉണ്ടോ? ഭാര്യ മരിച്ച് 1 കൊല്ലം കഴിയണം എന്നാലേ കെട്ടാൻ പാടുള്ളൂ നിയമമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്താ ഷഫീഖ? ആണിരിക്കെ പെണ്ണ് മരിക്കുമ്പോ ആണുങ്ങൾ ആകെ ഡൗൺ ആവും. അവരുടെ ചിറകല്ലേ പോയത്? ആണോ? അല്ലേ? എന്നാ പെണ്ണിരിക്കെ ഭർത്താവ് മരിച്ചാൽ പെണ്ണുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പലരും ഉണ്ട്. പെമ്മക്കളുണ്ട്, ആമക്കളുണ്ട്. ഒന്നുമില്ല, ആ വീട്ടിൽ ഒതുങ്ങി നിന്ന ഇബാദത്തെടുത്ത് അത്യാവശ്യം വീട്ടു ജോലിയൊക്കെ ചെയ്ത് നിന്നാൽ എല്ലാവരും ആ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യും. വിധവയാണെന്നേ ഉള്ളൂ, അല്ലേ? പക്ഷെ ആണുങ്ങളിരിക്കെ പെണ്ണു പോയാലോ? ഈ ആണുങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും, അല്ലേ? അപ്പൊ ഭാര്യ ഇരിക്കെ നമ്മൾ പോണോ അതോ നമ്മളിരിക്കെ ഭാര്യ പോണോ? നിങ്ങളുടെ പേരെന്താ? നിസാർക്ക, ഏതാ വേണ്ടേ? നിസാർക്ക കുടുങ്ങി, അല്ലേ? ഞാൻ ഈയിടെ എന്റെ ഭാര്യയുടെ ചോദിച്ചോടി, ആദ്യം ആര് മരിക്കണം? ഞാൻ മരിക്കണം, നീ മരിക്കും? ഓ, ഞാൻ മരിക്കണം. നിങ്ങൾക്ക് അല്ലാഹു 101 കൊല്ലം തരട്ടെ എന്ന്. എന്റെ ഭാര്യ എപ്പോഴും ദുആ ചെയ്യുക, എനിക്ക് 101. ഞാൻ ഈയിടെ ഭാര്യയുടെ പറഞ്ഞെടി, 101 വയസ്സ് വരെ ഞാൻ കിടക്കുവോ? പല്ലും പോയി, കാഴ്ചയും പോയി, കിടന്ന് നീ അങ്ങനെ ദുആ ചെയ്യാതെ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടുകൂടി എന്റെ മച്ചാനെ ജീവിപ്പിക്കണേ. അങ്ങനെയല്ലേ ദുആ ചെയ്യേണ്ടത്? അല്ലേ? അല്ലേ? അല്ലാഹു തആല പടച്ചവൻ നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും പടച്ചവൻ നൽകട്ടെ. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂത്, ഞാൻ മരിക്കുന്ന ദിവസം അല്ലാഹുവിന്റെ സലാം എനിക്കുണ്ടാവട്ടെ. വയൗമ ഉബഅസു ഹയ്യാ. കണ്ടോ? ഇത് ആ കുട്ടി പറഞ്ഞുകൊണ്ട് ആ സംസാരം അവസാനിപ്പിക്കുക. ആരാണ് ആ കുട്ടി? മറിയം. ആ കുഞ്ഞാണ്, ആ കുഞ്ഞാണ് മറിയമിന്റെ പുത്രൻ ഈസാ. ലോകം ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുമ്പോ മുസ്ലിമീങ്ങൾ ആ കുട്ടിയെ എന്ത് വിളിക്കും? ഈസാ. നിങ്ങളുടെയൊക്കെ ചുണ്ട് മന്ത്രിച്ചു. എന്താ ചുണ്ട് പറഞ്ഞത്? അലൈഹിസ്സലാം. ലോകത്തിലെ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ യേശുവിന്റെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാം പറയില്ല. മുസ്ലിങ്ങൾ എന്ത് പറയും? അലൈഹിസ്സലാം. അല്ലാഹുവേ, യേശുവിന് നിന്റെ രക്ഷയുണ്ടാവട്ടെ. നോക്കൂ, അങ്ങനെ ഈസാ നബി വളരുകയാണ്, വളർന്ന് വലുതാവുകയാണ്, ശൈശവ യൗവനം വിട്ടുകിടക്കുന്നു, കൗമാരത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു തആല ബനൂ ഇസ്രായേലിലേക്ക് റസൂലായിട്ട് അയക്കുകയാണ്. വറസൂലുൻ ഇലാ ബനീ ഇസ്രായീൽ അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും. ബനൂ ഇസ്രായേലിലേക്ക് റസൂലായി, മെസ്സഞ്ചറായി അല്ലാഹു ഈസാ ഇബ്നു മറിയമിനെ, മറിയമിന്റെ പുത്രൻ ഈസായെ അയക്കുന്നു. ഈസാ നബി വന്നിട്ട് പറയുന്നു, അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും, ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂലായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ വന്നത് വെറുതെയല്ല, ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ദൃഷ്ടാന്തം?
എന്താ ദൃഷ്ടാന്തം? അന്നി അഖ്ലുഖു ലകും മിനത്തീൻ കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീ ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തരും. അന്നി അഖ്ലുഖു ലകും മിനത്തീനി, കളിമണ്ണ് കൊണ്ട്, കഹൈഅത്തി ത്വയ്ർ പക്ഷിയുടെ രൂപം, ഫഅൻഫുഖു ഫീ എന്നിട്ട് അതിൽ ഞാൻ ഊതും, ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അത് പക്ഷിയായി പറക്കുകയാണ്. ഇതാണ് എന്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തം. ഞാൻ കളിമണ്ണെടുത്ത് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുമ്പോ പടച്ചവന്റെ അനുമതിയോടുകൂടി അത് പക്ഷിയായിട്ട് പറന്നു പോകും. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ദൃഷ്ടാന്തം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ആ ഇനി സായിബാബ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തു എന്നൊക്കെ പറയുന്ന കേൾക്കാമല്ലോ, ശരിയാണോ? എന്താ അതെന്താ അതിന്റെ ഹിക്മത്ത്? ഓ, ജാലവിദ്യ. ജാലവിദ്യ. അപ്പോ യേശു ലോകത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക്, ലോകത്തിലേക്ക് മുഴുവനുമല്ല, ബനു ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട റസൂലാണ്. ഞാൻ നിങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരും, ദൃഷ്ടാന്തങ്ങൾ. ഒന്നാമത്തെ ദൃഷ്ടാന്തം, ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും, എന്നിട്ട് അതിൽ ഞാൻ ഊതുമ്പോൾ അത് റബ്ബിന്റെ അനുമതിയോടുകൂടി അത് പക്ഷിയായി പറന്നു പോകും. ഉണ്ടോ? ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ പക്ഷി ഏതാണെന്നറിയോ? ഏതാ? കാക്കയല്ല. പിന്നേതാ? പച്ചത്തത്ത. അല്ലല്ല. പിന്നേതാ? മൂങ്ങ. പിന്നേതാ? പരുന്ത്. എന്നാ ഞാൻ പറഞ്ഞേക്കാം, ഹുഫാഷത്തിനെയാണ് പഠിച്ചത്. ഹുഫാഷ അർത്ഥം എന്താ? ഹുഫാഷത്ത് വവ്വാലിനെയാണ് ഈസാ നബി പഠിച്ചത്. എന്തിനാ വവ്വാലിനെ പഠിക്കാൻ കാരണം? വവ്വാൽ ഒരു അത്ഭുത പക്ഷിയാണ്. കിതാബിൽ കാണാം, ലഹു അസ്നാൻ, ആ പക്ഷിക്ക് പല്ലുകളുണ്ട്. അന്നഹ തഹീലു, ആ പക്ഷിക്ക് മെൻസസ് ഉണ്ടാവും, പീരീഡ് ഉണ്ടാവും. കണ്ടോ? ആ പക്ഷിക്ക് കയ്യും കാലും ഇല്ല, അതിന്റെ കയ്യും കാലും ചിറകിനകത്താ. ആ പക്ഷിക്ക് രണ്ട് ചെവിയുണ്ട്. ആ പക്ഷിയുടെ പ്രത്യേകത, പകല് മുഴുവനും കണ്ണു കാണൂല, സുബഹിക്ക് മുമ്പും മഗ്രിബിന് ശേഷവും അത് പുറത്തിറങ്ങും. നോക്കൂ, അതൊരു തരം വേവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കും. നമ്മുടെ നേരെ അത് വരും. അതിന്റെ തരംഗം പോയി ഇടിക്കുമ്പോൾ അതിന് മനസ്സിലാവും തടസ്സമുണ്ട്, അത് വഴിമാറും. കണ്ടോ വവ്വാലിന്റെ തരംഗം? അതൊക്കെ ഒന്ന് നെറ്റിൽ അടിച്ചു നോക്ക്. ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ പക്ഷിക്ക്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാം വവ്വാലിനെ പടച്ചത്. ഉണ്ടോ? ആ പക്ഷി പറന്നു പോകും, ദൂരത്തെത്തുമ്പോ ചത്തു വീഴും, ജനങ്ങളുടെ കണ്ണിൽ അകലുമ്പോ. മനസ്സിലായില്ലേ? ഇതാരായി പറയുന്നേ? ആരായി പറഞ്ഞത്? അള്ളാഹു ഖുർആൻ പറഞ്ഞതാ. ഖുർആൻ ആരുടേതാ? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ അവിടത്തേക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വെളിപാടാണ് ഖുർആൻ. ആ ഖുർആനിലാണ് യേശുവിന്റെ ഈസാ നബിയുടെ മുഅ്ജിസത്ത് അള്ളാഹു എണ്ണി പറയുന്നത്. ഉണ്ടോ? ഇനി എന്താ മുഅ്ജിസത്ത്? വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്. ഞാൻ സുഖപ്പെടുത്തി തരാം. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, ജന്നന അന്ധത ഞാൻ മാറ്റിത്തരാം. വൽ അബ്റസ, വെള്ളപ്പാണ്ടും മാറ്റിത്തരാം. ഉണ്ടോ? ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ടും അന്ധതയും തടവി സുഖപ്പെടുത്തി. ഒരു ദിവസം ആയിരക്കണക്കിന് വെള്ളപ്പാണ്ട് രോഗികളെ ഈസാ നബി സുഖപ്പെടുത്തിയെന്നാ. മനസ്സിലായില്ലേ? എന്താ കാരണം? അന്ന് മെഡിസിൻ, അന്ന് തിബിന്റെ കാലമാണ്. മെഡിസിൻ, മരുന്നിന്റെയും ഒക്കെ കാലമാ, ചികിത്സയുടെ ഒക്കെ. സുഹൃത്തുക്കളെ, തീർന്നില്ല. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി. കണ്ടോ? നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ
പറ്റുമോ? ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു. ചരിത്രത്തിൽ കാണാം 4 പേരെ ജീവിപ്പിച്ചു എന്ന്. അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നാമത് ജീവിപ്പിച്ചത് ആരെയാണെന്നറിയുമോ? നൂഹ് നബിയുടെ പുത്രൻ സാമിന്റെ ഖബറുകൾ ചെന്നു. എന്നിട്ട് ഈസാ നബി പറഞ്ഞു, യാ സാം, ഓ സാമേ, നീ എഴുന്നേൽക്ക് ബിഇദ്നില്ലാഹ്, റബ്ബിന്റെ അനുമതിയോടുകൂടി. അതാ ഖബർ പൊട്ടുന്നു, സാം പുറത്തേക്ക് വരുന്നു. സാമ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഈസാ നബി നോക്കുമ്പോൾ സാമിനെ കണ്ടത് താടി തലമുടി പകുതി നരയ്ക്കുന്നതാണ്. നരച്ചു പകുതി കറുത്ത് പകുതി വെളുത്തിരിക്കുന്നു. ഈസാ നബി ചോദിച്ചപ്പോൾ സാമു പറഞ്ഞു, ഞാൻ പരിഭ്രാന്തി കൊണ്ട് എന്റെ മുടി നരച്ചു പോയതാണ്. ഞാൻ വിചാരിച്ചു ഖിയാമത്ത് നാളായി പോയോ. കാരണം അന്ന് മുടി നരയ്ക്കുന്ന സ്വഭാവം ഇല്ല. മുടി നരച്ചത് ഏത് കാലം മുതല? ആർക്കാ ആദ്യം മുടി നരച്ച ആർക്കാ? ഇബ്രാഹിം നബിക്കല്ലേ? ഇബ്രാഹിം നബിക്കാണോ ആദ്യം മുടി നരയ്ക്കുന്നത്. അല്ലാഹുവേ, ഇന്നലെ കറുത്ത മുടിയായി ഇന്ന് വെളുത്തിരിക്കുന്നു, മാഹാദ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, വഖാറുൻ യാ ഇബ്രാഹിം, ഇബ്രാഹിമിന് റെസ്പെക്റ്റ് ആണ്, ബഹുമാനമാണ് കറുത്ത മുടി വെളുക്കുന്നത്. കണ്ടോ? നമ്മൾ കറുത്ത മുടി വെളുത്ത എന്ത് ചെയ്യും? ആദ്യം കറുത്ത താടി, കറുത്ത മുടി. ഒരു മുടിയെങ്ങാനും വെളുത്ത എന്ത് ചെയ്യും? ഒസാനോട് പറയും. ഇവിടെ ഒസാൻ എന്നല്ലേ പറയാ? ബാർബർ. അതങ്ങോട്ട് മുറിച്ചു വിട്ടേരെ അല്ലേ? ഒസാൻ എന്ത് ചെയ്യും? കത്രിക കൊണ്ട് ആ വെളുത്ത മുടി എന്ത് ചെയ്യും? വെട്ടിക്കളയും. അങ്ങനെ ഒരു 5-8 കൊല്ലം അങ്ങനെ പോകും. അപ്പോണ്ട് വല്ലാണ്ട് അവിടെ ഇവിടെ ഒക്കെ വെളുക്കുന്നു. മൊത്തം കറുത്ത മുടിയാണെങ്കിലും വല്ലാണ്ട് അവിടെ ഇവിടെ എല്ലാം വെളുക്കുന്നു. മനസ്സിലായില്ലേ? കുറച്ചു കാലം കൂടി അത് മുറിച്ചു കളയും. കുറച്ചു കാലം കഴിയുമ്പോ കറുത്ത മുടി ചുരുങ്ങും, എല്ലാം വെളുത്തു. അവിടെ ഇവിടെ ഓരോ കറുത്തത് നിൽക്കുന്നു. ഒസാനോട് പറയും, ആ കറുത്തതങ്ങ് വെട്ടിക്കളഞ്ഞേക്കാൻ പറയും. ആദ്യം എന്ത് പറഞ്ഞു? വെളുത്തത് വെട്ടിയേക്കാൻ പറയും. പിന്നെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ, ഒരു 50 ആകുമ്പോഴല്ലേ നരയ്ക്കുന്ന, ഒരു 60 ആകുമ്പോ എന്ത് പറയും? ആ കറുത്ത് നിൽക്കുന്ന അവിടെ ഇവിടെ ഓരോന്നുണ്ട്, അതും ഇറുക്കിയേക്കാൻ പറയും. മൊത്തം നരയ്ക്കും. ഇതങ്ങനെ ഒരു സുഖമില്ല, വെള്ളപ്പട്ട് പോലെ ഉണ്ട്. കെട്ടിയവള് കൂടത്തി കിടക്കുന്ന പോലും ഇല്ല, മുതുക്കനെന്ന് പറയാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴതാ അവിടെ ഇവിടെ ഒക്കെ ബോർഡ്, നല്ല ഡൈ ചെയ്തു തരാം, കറുത്ത പെയിന്റ് അടിക്കും. ഈ ഷഫീഖിന്റെ പൊടി ഡൈ ആണോ? നല്ല കറുത്തിരിക്കും, നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഡൈ ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഇന്ന് പള്ളിയിൽ ജുമായി കണ്ടിട്ടില്ലേ? ഒറ്റ വയസ്സനും ഇല്ലല്ലോ, ഒറ്റ മുതുക്കനും ഇല്ല. എന്താ കാരണം? എല്ലാം നല്ല ഷേവ് ചെയ്ത് കുട്ടപ്പന, എല്ലാം പെയിന്റ് അടിച്ച് കറുത്ത ചായ അടിച്ചിരിക്കാം. മഴയത്ത് ജുമാ കഴിഞ്ഞ് ഇറങ്ങുമ്പോ അറിയാം. വെള്ള ജുബയും കൂടെ ആണെങ്കിൽ എല്ലാം ഒലിച്ചിറങ്ങുന്നത് കാണാം അല്ലേ? അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ഒരു തണുപ്പായതുകൊണ്ട് ഞാൻ മാറ്റാൻ, ഇതൊക്കെ ഒരു ഉഷാറിന് വേണ്ടി പറഞ്ഞ, റിലാക്സേഷന് വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാമബിൻ നോഹ് എന്താളിച്ചു നിൽക്കുകയാ. എന്താ റബ്ബേ ഇത്? ഖിയാമത്ത് നാളായിട്ടുമില്ല, എന്താ ഇത്? ഉടനെ ഈസാ നബി സാമബിൻ നോഹിനോട് പറയുന്നു, സാമേ, എന്റെ ദൃഷ്ടാന്തമാണിത്, അല്ലാഹു തന്നെ മോചിസത്താണിത്. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. നീ ഖബറിൽ നിന്ന് എഴുന്നേറ്റു നിൽക്കുന്നു, ഇനി നീ മരിക്കണം. സാമേ, നീ മരിക്കേ. ജനങ്ങളെല്ലാം നോക്കിയിരിക്കല്ലേ, ദൃഷ്ടാന്തം കാണുകല്ലേ? കണ്ടോ? ഉടനെ സാമ് പറഞ്ഞ ഒറ്റ ഡിമാൻഡുണ്ട്, ഞാൻ മരിക്കാം, പക്ഷേ ഇനി എനിക്ക് മരണത്തിന്റെ വേദന, സക്കറാത്തുൽ മൗത്ത് അനുഭവിക്കാൻ കഴിയില്ല. അതില്ലാതെ മരിപ്പിക്കുമെന്ന് ഉറപ്പ് തരണം എന്ന് പറഞ്ഞപ്പോ ഈസാ നബി അല്ലാഹുവിനോട് ഉറപ്പ് വാങ്ങുന്നു, ഇനിയും എനിക്ക് സക്കറാത്തിന്റെ വേദന സഹിക്കാൻ പറ്റൂല. നോക്കൂ, അങ്ങനെ സാമിനെ മരിപ്പിക്കുന്നു. രണ്ടാമത് ഈസാ നബി ജീവിപ്പിച്ചത് ആരെയാണെന്നറിയുമോ? ഈസാ നബിയുടെ കൂട്ടുകാരനായിരുന്ന ആസറ മരിച്ച് 4 ദിവസമായി. ഈസാ നബി അറിഞ്ഞില്ല.
നോക്കൂ, പെങ്ങള് സഹോദരി വന്നിട്ട് പറഞ്ഞു, യാ റൂഹുല്ലാ, അല്ലാഹുവിന്റെ റൂഹേ ഈസാ നബിയെ, അങ്ങയുടെ കൂട്ടുകാരൻ മരിച്ചിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞപ്പോ എവിടെയാ ഖബറെന്ന് ചോദിക്കുന്നു. അതാ ഖബറിങ്കൽ വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആസറായുടെ പേര് വിളിക്കുന്നു. ആസറ പുറത്തേക്ക് വരികയാണ് ജീവനോടുകൂടി. പക്ഷെ ആസറ പെട്ടെന്ന് മരിക്കാൻ പറഞ്ഞില്ല, മരിച്ചുമില്ല, ദീർഘകാലം ജീവിച്ചു, മക്കളുണ്ടായി. കണ്ടോ, അല്ലാഹു ഈസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്താണിത്. അങ്ങനെ സഹോദരങ്ങളെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ കാണാം. വൗഹയൽ മൗതാ ബിഇദ്നില്ലാഹ്. ഇനി ഒരു ദൃഷ്ടാന്തം കൂടി ഈസാ നബി കാണിച്ചു. വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതും നിങ്ങൾ ഭക്ഷിച്ചതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ സൂക്ഷിച്ചു വെച്ച ഭക്ഷണം എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെയായിരുന്നു ഈസാ നബിയുടെ ദൃഷ്ടാന്തം. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോ രാത്രി എന്താ കഴിച്ചതെന്ന് പറയാൻ പറ്റുമോ? ശരി, ഞാൻ എന്താ കഴിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാ പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറ. ഞാനിപ്പോ ജലാലുദ്ദീനിക്കാടെ വീട്ടിൽ നിന്ന് എന്താ കഴിച്ചതെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറ. അത് എല്ലാ പ്രാസംഗികരും കഴിക്കുന്ന ചപ്പാത്തി, അതുകൊണ്ടാ ചപ്പാത്തി എന്ന് ഷഫീക്ക് പറയുന്നത്. ഓക്കെ, ഞാൻ ചപ്പാത്തിയാ കഴിച്ച, പിന്നെ എന്താ കഴിച്ചെന്ന് പറ. ആട്ടിന്റെ കാലാണോ കഴിച്ചത്, കോഴിയുടെ കാലാണോ കഴിച്ചത് പറ. അതറിയാ, ജലാലിക്കയിന്ന് കോഴിയാ മേടിച്ചതെന്നറിയാം. എന്തൊക്കെ പള്ളയിലുണ്ട്, എന്തൊക്കെ സ്റ്റോർ റൂമിലുണ്ട്, ആർക്ക് പറയാൻ പറ്റും? ഈസാ നബി അലൈഹി സ്വലാം പറയാൻ പറ്റും. തട്ടിപ്പും വെട്ടിപ്പും അല്ല ഇത് കേട്ടോ, ഖുർആനാണ്. ലോകത്ത് ഈസാ നബിയെ ആദരിച്ച, ഈസാ നബിയുടെ മാതാവ് മറിയമിനെ ആദരിച്ച ഒരു വേദം ഉണ്ടെങ്കിൽ അതേതാ? ഖുർആൻ. നോക്കൂ, ആ ഫാമിലിക്ക് ആലു ഇമ്രാൻ ഫാമിലി എന്നാണ് സൂറത്ത് ഖുർആൻ പറഞ്ഞ പേര്. മറിയം, ആ സ്ത്രീയുടെ പേരിൽ, ആ മഹിളാരത്നത്തിന്റെ പേരിൽ ഒരു ചാപ്റ്റർ സൂറത്ത് മറിയം. കണ്ടോ, ഖുർആനിൽ വേറെ ഒരു ലേഡിയുടെ പേരിലും സൂറത്തില്ല, മറിയമിന്റെ പേരിൽ ഒരു അധ്യായം. പൂർണ്ണ റെസ്പെക്ട് മറിയമിനും യേശുവിനും ഖുർആൻ കൊടുത്തു. സുഹൃത്തുക്കളെ, അങ്ങനെ ഈസാ നബി യുവാവായി അല്ലാഹു ബനി ഇസ്രായേലിലേക്ക് നബിയായി അയച്ചു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈസാ നബി. നോക്കൂ, ഈസാ നബിയോട് ജൂതന്മാർക്ക് അടങ്ങാത്ത പകയുണ്ടായി, വിരോധമുണ്ടായി. അന്നത്തെ രാജാവ് ഈസാ നബിയെ കൊല്ലാൻ ആഹ്വാനം നടത്തുന്നു. ആ സമയത്ത് അല്ലാഹു ഈസാ നബിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ജിബ്രീലിനെ കൊണ്ട് എപ്പോഴും ജിബ്രീൽ ഗബ്രയേൽ മാലാഖ ഈസാ നബിയുടെ കൂട്ടത്തിൽ ഫോളോ ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈസാ നബിയുടെ 12 ശിഷ്യന്മാരാണ് അപ്പോസ്തലന്മാർ, ഹവാരിയുകൾ. ഒരു ദിവസം അതാ ഫലസ്തീനിലെ ജെറൂസലമിൽ ഒരു വീട്ടിൽ 12 ശിഷ്യന്മാരും ഈസാ നബിയും ഒരുമിച്ച് കൂടുകയാണ്. ആ വീട് ഇന്ന് നമുക്ക് കാണാം. അവിടെ പുറത്തെഴുതി വെച്ചിരിക്കുന്നു, ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം യേശു നടത്തിയ വീടെന്ന്. അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഫലസ്തീനിൽ ചെന്നാൽ കാണാം, മറിയമിന്റെ ഖബർ കാണാം. ഈസാ നബി നടന്നു വന്ന ഫലസ്തീനും പ്രബോധനം ചെയ്ത ജെറൂസലമും ഒക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈസാ നബിയുടെ പ്രസംഗം കേട്ട, ഈസാ നബിയുടെ ദാവത്ത് കേട്ട 20 വലിയ മുത്തശ്ശി ഒലിവ് മരങ്ങൾ അവിടെയുണ്ട്. 2000 കൊല്ലം പഴക്കമുള്ള വലിയ ഒലിവ് മരം 20 അവിടെയുണ്ട്. ബൈത്തുൽ മുഖദ്ദസ്, നമ്മുടെ ഒന്നാമത്തെ ഖിബല. ഈസാ നബിയുടെ മാതാവ് മറിയമിനെ ഹന്ന നേർച്ചയാക്കി ഏൽപ്പിച്ച പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത് 40 ഏക്കർ തോട്ടത്തിലാ. ഒലിവ് മരങ്ങളാൽ ചുറ്റപ്പെട്ട തോട്ടമാണ് ബൈത്തുൽ മുഖദ്ദസ്. കഴിഞ്ഞ വർഷം വിനീതനും ഞാനും 10-35 പേരും കൂടി ഫലസ്തീനിൽ ചെന്നു. അല്ലാഹുവിന്റെ ആദ്യത്തെ ആ ഭവനം, ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ കാണുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ഖിബലയാണത്.
മനുഷ്യരാശിക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു ആദ്യം സ്ഥാപിച്ചത് കഅബയാ, രണ്ടാമത് മസ്ജിദുൽ അഖ്സയാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കും കാണാം, അള്ളാഹു പോകാൻ ഭാഗ്യം നൽകട്ടെ. അങ്ങനെ 12 ശിഷ്യന്മാരോട് ഈസാ നബി ഇരിക്കുമ്പോ മഹാനായ ഈസാ നബിയെ കൊല്ലാൻ ജൂതന്മാരൊരുങ്ങുന്നു. രാജാവ് അതിനുള്ള ആളുകളെയും ഏർപ്പാട് ചെയ്യുന്നു. നോക്കൂ, ഈസാ നബി ആ 12 പേരോട് പറയുകയാണ്, ഇന്ന മിൻകും, നിങ്ങളിൽ ഒരാൾ യക്ഫുറു ബി, എന്നെ കൊണ്ട് അവിശ്വസിക്കും, എന്നെ കൊണ്ട് നിങ്ങളിൽ ഒരാൾ മുനാഫിക്കാകും, ബഅദ അൻ ആമന ബി, എന്നിൽ വിശ്വസിച്ചു കഴിഞ്ഞ്. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. ഇത് ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഈസാ നബി 12 ശിഷ്യന്മാരോട് പറഞ്ഞതായി കാണാം, അയ്യുക്കും യുൽഖാ ശിബ്ഹി, നിങ്ങളിൽ ആരാണ് എന്റെ രൂപസാദൃശ്യം ഏറ്റെടുക്കുന്നത്, ഫയുഖ്തലു, അയാൾ കൊല്ലപ്പെടും, വയുസ്ലബു, കുരിശിൽ തറക്കപ്പെടും, ഫയദ്ഖുലു മഈ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടത്തിൽ അദ്ദേഹം കിടക്കും. ഇങ്ങനെ 2 റിപ്പോർട്ടുകൾ കാണാം. നോക്കൂ, സമയമായപ്പോ ജൂതന്മാരാ വീട്ടിലേക്ക് ഇരച്ചു കയറി ഈസാ നബിയെ പിടിച്ചു കൊല്ലാൻ. അപ്പോ അല്ലാഹു തആല ഈസാ നബിയെ ഉയർത്തി. ആ വീടിന്റെ മുകളിലൂടെ അല്ലാഹു ഈസാ നബിയെ ഉയർത്തുകയാണ്. നോക്കൂ, ജൂതന്മാര് ഈസാ നബിയെ കൊല്ലാൻ ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ യേശുവിനെ കാണുന്നില്ല, ഈസാ നബിയെ കാണുന്നില്ല. അവർ കാണുന്നത് ഈസാ നബിയുടെ രൂപമുള്ള ഒരാളെയാണ് കാണുന്നത്. അയാളെ പിടിക്കാൻ പോകുമ്പോ അയാൾ പറഞ്ഞു, ഞാൻ യേശുവല്ല, ഞാൻ ഈസാ നബിയല്ല. ആ വന്നവര് ചോദിച്ചു, യേശു എവിടെ, യേശു എവിടെ? അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? യേശുവിനെ കാണുന്നില്ല. യേശുവിന്റെ രൂപത്തിൽ കൈ കിട്ടിയ ആളെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പിടിച്ചു വീശിയിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 12 ശിഷ്യന്മാരിൽ ഒരാൾക്ക് അള്ളാഹു യേശുവിന്റെ രൂപസാദൃശ്യം ഇട്ടുകൊടുത്തു, അദ്ദേഹം വധിക്കപ്പെട്ടു, അല്ലേ? അയാൾ കരഞ്ഞു പറഞ്ഞു, ഞാൻ യേശുവല്ല, എന്നെ കൊല്ലല്ലേ, പിടിക്കല്ലേ. എന്നാ യേശു എവിടെ? യേശുവിനെ കാണുന്നില്ല. ഇനി നമുക്ക് ഖുർആനിലേക്ക് പോകാം. അള്ളാഹു എന്ത് പറഞ്ഞു ഇവിടെ നോക്കാം. സൂറത്തുൻ നിസാ. നാളെ ഉറക്കമൊക്കെ കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഉറങ്ങുമല്ലോ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് ഒളുവൊക്കെ എടുത്ത് ലുഹാൻസ്കരിച്ചിട്ട് മുസാഫ് എടുക്കുക. സൂറത്തുൽ നിസാ എടുക്കുക. 156, 157, 158 ഈ 3 ആയത്തെടുക്കുക. അവിടെ ഇതിന് മറുപടിയുണ്ട്. ആരെയാ കൊന്നത്, ആരെയാ കുരിശെ കയറ്റിയത്? അള്ളാഹു പറയുകയാ, അള്ളാഹു ജൂതന്മാരെ ശപിച്ചോ, അവരുടെ വാക്കുകൊണ്ടും അവരുടെ അവിശ്വാസം കൊണ്ടും അവര് പറഞ്ഞു, അലാ മറിയമ ബുഹ്താനൻ അലീമാ, ലോക വനിതകളിൽ പ്രമുഖയായ മറിയം വ്യഭിചരിച്ചു എന്നവർ പറഞ്ഞതിന്റെ പേരിൽ അവര് ശപിക്കപ്പെട്ടു. വഖൗലിഹിം, അവര് പറഞ്ഞു, ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മറിയമിന്റെ പുത്രൻ ഈസാ നബി എന്ന മസീഹിനെ ഞങ്ങൾ കൊന്നു, വധിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലും ജൂതന്മാർ ശാപഗ്രസ്തരായി. അവരിൽ അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രീഭൂതരായി. 2 കാരണം കൊണ്ട് യഹൂദികൾ ശപിക്കപ്പെട്ടു. ഒന്ന്, അവര് പറഞ്ഞു മറിയം അവിഹിത ബന്ധം നടത്തി, അതിലുണ്ടായ കുട്ടിയായ യേശു എന്ന് പറഞ്ഞു. അള്ളാഹു ഇഷ്ടപ്പെടുവോ ഇത്? രണ്ടാമത്തത് അവര് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കൊന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഇതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടു. അള്ളാഹു പറയുകയാണ്, യഹൂദികൾ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടു. യേശു എവിടെ? യേശുവിനെ കാണുന്നില്ല. മനസ്സിലായില്ലേ? തിരിച്ചറിയാതാക്കപ്പെട്ടു. അള്ളാഹു പറയുകയാണ്, വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീ ലഫീ ശക്കിൻ മിൻ,
യേശുവിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ സംശയത്തിലാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൻ, അവർക്ക് യേശുവിനെ പറ്റി അറിവൊന്നുമില്ല. ഇല്ലാ ഇത്തിബാഅൻ, ഊഹാപോഹത്തെ പിൻപറ്റുകയല്ലാതെ. കണ്ടോ, അവിടെ വന്നവർക്ക് ഒരാളെ കൊല്ലണ്ടേ, രാജാവിനെ ബോധിപ്പിക്കണ്ടേ യേശുവിനെ കൊന്നെന്ന്. ആ 12 പേരിൽ ഒരാൾക്ക് അല്ലാഹുതആല എന്ത് കൊടുത്തു? ഇയാളാണ് ഒറ്റിക്കൊടുത്തത്. ഇയാളാണ് വിശ്വസിച്ച് കഴിഞ്ഞിട്ട് മുനാഫിക്കായത്. അയാളെ പിടിച്ച് ശരിയാക്കി അല്ലേ? ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം. രണ്ടാമത്തെ റിപ്പോർട്ട് പ്രകാരം ഈസാ നബി തന്നെ 3 വട്ടം ചോദിച്ചു, നിങ്ങളിൽ ആര് എന്റെ രൂപം ഏറ്റെടുക്കും? അപ്പോ ഫഖാല ഫത, അവരിൽപ്പെട്ട ഒരു യുവാവ് പറഞ്ഞു, ഞാൻ. കണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു പറയുകയാണ്, വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും യഹൂദികൾ യേശുവിനെ കൊന്നിട്ടില്ല. അല്ലാഹുവിലേക്ക് അല്ലാഹു ഉയർത്തുകയാണ് ചെയ്തത്. വകാനല്ലാഹു അസീസൻ ഹകീമാ. ഞാനിത് പറഞ്ഞെന്തിനാ അറിയോ? യേശുവിനെ കൊന്നു കുരിശിൽ തറച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചോ ബസ്സിലോ ട്രെയിനിലോ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇടപെടണം. സുഹൃത്തെ, അത് നിങ്ങൾ പറയുന്നതല്ലേ? 4-ാം വേദത്തിൽ അങ്ങനെ പറയുന്നില്ല. യേശുവിനെ ഈസാ നബിയെ അവർ വധിച്ചിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. നിങ്ങൾക്കത് മറുപടി പറയാം, നിങ്ങൾക്ക് ഇടപെടാം ആ ചർച്ചയിൽ. അല്ലാഹു തആല പടച്ചോ നമുക്ക് അറിവ് നൽകട്ടെ. അപ്പൊ ഈസാ നബിയെ കൊന്നോ? കുരിശിയെ കയറ്റിയോ? ഇല്ല. ഈസാ നബിയെ ഉയർത്തി 2000 കൊല്ലമായി. എവിടെയാ ഈസാ നബി ഉള്ളത്? ഉപരിലോകത്താ. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം വരാൻ അടുത്തിരിക്കുന്നു. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പ്രമുഖമായ അടയാളമാണ് ഈസാ നബിയുടെ പുനരാഗമനം. ഈസാ നബി വരാൻ അടുത്തു. കാരണം ഇമാം മഹദി ജനിച്ചിട്ടുണ്ട് എന്നാ പണ്ഡിതന്മാർ പറയുന്നു. 18 വയസ്സ് കഴിഞ്ഞു എന്നാ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു വന്നാൽ ദജ്ജാൽ വരും. ദജ്ജാൽ വന്ന് 40 ദിവസമാവുമ്പോ ഈസാ നബി വരണം. ഈസാ നബിയാണ് ദജ്ജാലിനെ കൊല്ലേണ്ടത്. ഇനി പ്രപഞ്ചം, ലോകം ഈസാ നബിയുടെ കയ്യിലാണ്. നല്ല സുഖസുന്ദരമായി 45 കൊല്ലം ജീവിക്കും ഈസാ നബി ഇവിടെ. മനസ്സിലായില്ലേ? എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം വഫാത്താവും. ഈസാ നബി അലൈഹി സ്വലാം സ്വാഭാവികമായിട്ട് അള്ളാഹു ഈസാ നബിയെ മരിപ്പിക്കും, വഫാത്താവും. അത് കഴിഞ്ഞ് മുത്തുനബിയുടെ റൗളയിൽ പച്ചക്കുബ്ബക്കകത്തൊരു ഖബറിന് സ്ഥലമുണ്ട്. അവിടെ ഈസാ നബിയെ ഖബറടക്കും എന്ന് ഹദീസിലുണ്ട്. എല്ലാം പറഞ്ഞു തരാം. അത് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സമയം കറക്റ്റ് ആവും. ഈസാ നബി ഇപ്പൊ എവിടെയാ? ആകാശം എന്ന് പറയാൻ പറ്റുമോ? സൂറത്തുൽ നിസാ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹു അവനിലേക്ക് ഉയർത്തി, അള്ളാഹുവിലേക്ക് ഉയർത്തി എന്നാ. മനസ്സിലായില്ലേ? ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥലത്ത് ഈസാ നബി ജീവിച്ചിരിക്കുക, മലക്കുകളോടൊത്ത്, മാലാഖമാരോടൊത്ത്. ഭക്ഷണമില്ല, പാനീയമില്ല, ലൈംഗിക മോഹങ്ങളില്ല. ദിക്റും തസ്ബീഹും തഹ്ലീലും സർവേശ്വരനായ അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് മഹാനായ ഈസാ ഇബ്നു മറിയം കഴിച്ചുകൊട്ടുകയാണ്. ഹദീസിൽ വരുന്നു, ഇനി ഖിയാമത്ത് നാൾ അടുക്കുമ്പോ, ലോകം അവസാനിക്കാറാകുമ്പോ അടയാളമായിട്ട് ഈസാ നബി വരികയാണ്. യൻസിലു ഈസാ ഇബ്നു മറിയം ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖി ദമാസ്കസ് പട്ടണത്തിലാണ് ഇറങ്ങുക. അവിടെ കിഴക്ക് ഭാഗത്തൊരു മസ്ജിദുണ്ട്, അൽ മസ്ജിദുൽ ജാമിഉൽ അമവി എന്ന പള്ളിയുടെ വെളുത്ത മുനാരത്തിൽ ഇറങ്ങും. വാലിഅൻ കഫൈ അലാ ജിനിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്, 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി ഇറങ്ങും ആ പള്ളിയുടെ മുനാരത്തിൽ. പള്ളിയിലേക്ക് ഇറങ്ങും. വഖ്ത സലാത്തിൽ ഫജ്ർ, സുബ്ഹി നമസ്കാരത്തിന്റെ സമയമാണ്. ആ സമയത്ത് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാം മഹദി ഈസാ നബിയെ സ്വാഗതം ചെയ്യും. നോക്കൂ, ജമാഅത്തായി നമസ്കരിക്കും. എന്നിട്ട് ഈസാ നബിയും മഹദി ഇമാമും കൂടി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളും പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു.
ദജ്ജാലിനെ തേടുന്നു. ബാബിലുദ് എന്ന സ്ഥലമുണ്ട് ഫലസ്തീനിൽ, ജെറൂസലമിനടുത്ത്. അവിടെ ഇപ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശമാണ്, ജൂതന്മാരുടെ പിടുത്തത്തിലാണ് ആ സ്ഥലമുള്ളത്. അവിടെ അതാ ദജ്ജാലിനെ കണ്ടുമുട്ടുന്നു. വയഖ്തുലു, ഈസാ നബി ദജ്ജാലിനെ കൊല്ലും. ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച്. ആ സ്ഥലത്ത് നിന്നൊരു എയർപോർട്ട് ഇസ്രായേൽ ജൂതരാഷ്ട്രം പണിതു വെച്ചിട്ടുണ്ട്. ആ എയർപോർട്ടിന്റെ പേര് ബാബിലുദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. നബി പറഞ്ഞ അതേ പേരിൽ തന്നെ ജൂതന്മാർ അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഈസാ നബി ആരെ കൊല്ലും? ദജ്ജാലിനെ കൊല്ലും. വെടിവെച്ചല്ല, AK-47 കൊണ്ടല്ല, വാളുകൊണ്ടല്ല, തൃശൂലം കൊണ്ടല്ല. ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നത് ചാട്ടുളി എറിഞ്ഞുകൊണ്ടാണ്. ആ ചാട്ടുളി ദേഹത്ത് തറയ്ക്കും. അതാ ദജ്ജാല് മറിഞ്ഞു വീഴുന്നതാണ്. ഇനി ഈ ഭൂമി, ഈ ലോകം ഈസാ നബിയുടെ കരങ്ങളിലാണ്. ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങളിലേക്ക് ഭരണാധികാരിയായി നീതിപൂർവം ഭരിച്ചുകൊണ്ട് ഈസാ നബി നിങ്ങളിലേക്ക് വരും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സമീപഭാവിയിൽ ഈസാ നബി കടന്നു വരും. പന്നിയെ കൊല്ലും, ടാക്സ് റദ്ദ് ചെയ്യും, കുരിശ് മായ്ച്ചു കളയും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പന്നിയെ കൊല്ലും. ഈസാ നബി വന്ന പന്നിയെ കൊല്ലും. എന്തിനാ? ഈസാ നബി അലൈഹി ഇസ്ലാമിൽ എങ്ങനെ പന്നിമാംസം നിരോധിക്കപ്പെട്ടോ അതുപോലെ ഈസാ നബിയും അവരുടെ ജനങ്ങളോട് പന്നിമാംസം തിന്നരുതെന്ന് പറഞ്ഞിരുന്നു. എല്ലാ മതങ്ങളിലും പന്നിമാംസം നിരോധിക്കപ്പെട്ടതാ. മനസ്സിലായില്ലേ? ഇന്ന് പന്നിയെ വിപണനം ചെയ്യുന്നതും പന്നിയെ കച്ചവടം ചെയ്യുന്നതും പന്നിയെ വിൽക്കുന്നതും തനി നാടൻ പന്നി കിട്ടും എന്ന് ബോർഡ് വെക്കുന്നതും ഒക്കെ എവിടെയാ സുഹൃത്തുക്കളെ? ഖുർആൻ പന്നിമാംസം നിരോധിച്ചിരിക്കുക. അപ്പൊ തീരാ വിഷയപ്പ തീരും. حرمت عليكم الميتة والدم ولحم الخنزير. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഹറാമാണ് ശവം, വദ്ദമു ബ്ലഡും രക്തവും. ശവം തിന്നരുത്, രക്തം കുടിക്കരുത്. വലഹമുൽ ഖിൻസീർ, പന്നിയുടെ മാംസവും ഹറാമാണ്. എന്താ പന്നി നിരോധിക്കപ്പെട്ടത്? പന്നി മാംസമാണ്. പക്ഷേ അത് മോശമായ സാഹചര്യത്തിൽ മാലിന്യത്തിലാണ് വളരുന്നത് പന്നി. സുഹൃത്തുക്കളെ, അതിന്റെ മാംസത്തിൽ ഒരുതരം നാടൻ വിരകളുണ്ട്. അതെത്ര ചൂടിൽ വേവിച്ചാലും ചാകില്ല. അത് ബ്രെയിൻ ഫീവർ എന്ന് പറയുന്ന തലച്ചോർ പനിയെ പരത്തുന്നതാണ്. തമിഴ്നാട്ടിൽ ജയലളിത സർക്കാർ മുമ്പ് കൂട്ടത്തോടെ പന്നിയെ കൊന്നത് ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ? പന്നിക്ക് മറ്റൊരു ദുർഗുണമുണ്ട്. കിതാബുകളിൽ കാണാം, പന്നി അതിന്റെ ജീനിൽ ഒരു സ്വഭാവമുണ്ട്, മോശം സ്വഭാവമാണത്. സ്വന്തം പത്നിയെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ഒരു സ്വഭാവം പന്നിക്കുണ്ട്. ഒരു പന്നി അതിന്റെ ഇണയുമായി ഇണചൂരുമ്പോ മറ്റൊരാൺപന്നി വന്നാൽ ഈ പന്നി മാറി നിൽക്കും പോലും. വന്നയാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന്. അതൊരു മോശം സ്വഭാവമല്ലേ? അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുമെന്ന്. അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞു? ഇത് വെറുതെ തിന്നണ്ട. പണ്ടൊരാൾ ഭാര്യയുടെ പറഞ്ഞല്ലേ, എന്നാടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ, ഇതൊക്കെ എന്നാ തീർന്നു പോന്നതാണോ? വേറൊരു പദവാ പറഞ്ഞു, ആർക്കും അത് പറയൂല. മനസ്സിലായില്ലേ? നല്ല ജോലി കിട്ടാനും സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ ഒന്ന് സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ടല്ലോ. ഏത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കടി, ഇനിയും ചാൻസ് കിട്ടും. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ വായിച്ചതല്ലേ കുറെ. ചിലര് തയ്യാറാവില്ല, അവർക്ക് രണ്ടാമത് ചാൻസ് കിട്ടുകയില്ല. അള്ളാഹു പടച്ചോൻ കാക്കട്ടെ. പന്നിമാംസം വലിയ ഗുരുതരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അതിനെ ബാൻ ചെയ്ത് നിരോധിച്ചത്. നോക്കൂ, ഈസാ നബി വന്നാൽ പന്നിയെ കൊന്നുകളയും. ടാക്സ് എന്ന് പറഞ്ഞാൽ ഇനി അഡ്ജസ്റ്റ്മെന്റിന് ഈസാ നബി തയ്യാറല്ല. ഇനി വരുമ്പോൾ ഈസാ നബി തൗഹീദിലേക്ക് ക്ഷണിക്കും, ദീനിലേക്ക് ക്ഷണിക്കും. എല്ലാവരും തൗഹീദിലേക്ക് കടന്നു വരും. ഒറ്റ മതമേ അന്ന് കാണുകയുള്ളൂ. അന്ന് ടാക്സോ ഫിദിയയോ കൊടുത്തിട്ട്
പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദീനിലേക്ക് വരുന്നില്ലെങ്കിൽ അവരോട് യുദ്ധത്തിന് തയ്യാറാകും ഈസാ നബി. മന്ത്രി ജി സുധാകരൻ ജനം ടിവിയോട് 2 മാസം മുമ്പ് പറഞ്ഞു, 2070 ലോകം ഇസ്ലാമിലേക്ക് കടന്നു വരും. ജനം ടിവി ചോദിച്ചു, ഇത് മന്ത്രിയുടെ അഭിപ്രായമാണോ? അല്ല, ഇത് ബ്രിട്ടനിൽ നിന്നും ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം ബുക്കിൽ ഞാനിത് കണ്ടു. നോക്കൂ, ഇത് 18 52 കൊല്ലം കഴിയുമ്പോ ലോകം ഇസ്ലാമിലേക്ക് പരിവർത്തിക്കപ്പെടുമെന്ന് ഞാനല്ല പറഞ്ഞത്. കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ സാറാ. അയച്ചോ? അത് നിങ്ങൾ കേട്ടോ വോയിസ് മെസ്സേജ്? ഇവിടെ ഒന്നും വന്നില്ല. ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും വിടാം. എത്ര ഭംഗിയായിട്ടാണ് ആ ജനം ടിവിയുടെ പറയുന്നത് അറിയോ മന്ത്രി? സുഹൃത്തുക്കളെ, ഇമാം മഹദി അതിന്റെ പശ്ചാത്തലം ഒരുക്കും. ഈസാ നബി അലൈഹി സ്വലാം അത് പൂർത്തീകരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, മറിയമിന്റെ പുത്രൻ ഈസാ നബി ഭൂമിയിലേക്ക് വരും. 45 കൊല്ലം താമസിക്കും. എന്റെ കുടുംബത്തിൽ നിന്നൊരു ബീവിയെ ഈസാ നബി വേളി കഴിക്കും. ഈസാ നബി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. 39ാമത്തെ വയസ്സിലാണ് അല്ലാഹു ഉയർത്തി. ഈസാ നബിയിന് 2ാമത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് ലൈഫ് പാർട്ട്ണറെ തേടിയെത്തും. അതാ നല്ലൊരു സഹധർമ്മിണി അല്ലാഹു കൊടുക്കും. അത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. വയൂലദു ലഹു, ഈസാ നബിക്ക് മക്കളും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അതുകൊണ്ടാ പെണ്ണ് കെട്ടാൻ പറഞ്ഞ. നീ പെണ്ണ് കെട്ടിയാ? ഇല്ല. എന്താ എന്റെ പേര്? നീയാണോ പ്രസിഡന്റ്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റാഫിക്ക് ചെറിയ ജോബ് ഉണ്ട്. അള്ളാഹു സ്ഥിരം നല്ലൊരു ജോബ് അള്ളാഹു നൽകട്ടെ. നല്ലൊരു ലൈഫ് പാർട്ട്ണറെ അള്ളാഹു നൽകട്ടെ. ബെറ്റർ ഹാഫ് എന്നാ ഇംഗ്ലീഷിൽ പറയുക. ആർക്ക് ആർക്ക് ബെറ്റർ ഹാഫ്? ആരാ ബെറ്റർ ഹാഫിന് അറിയില്ലേ? നല്ല പാതി കൊണ്ടാട്ടീന്ന്. കഴിച്ചോ കല്യാണം? 2 വർഷം കഴിഞ്ഞ് 2 മാസം. റിസൾട്ട് ഉണ്ടോ? നല്ല റിസൾട്ട് വല്ലതും വന്നോന്ന്? പക്ഷെ എന്താ ഒന്നും മനസ്സിലാകുന്നത്? മഴ നനഞ്ഞോണ്ടായി കുഴപ്പമൊക്കെ. മഴ നനഞ്ഞോണ്ടായി പ്രശ്നം. 2 മാസം കഴിഞ്ഞ് കല്യാണം കഴിക്കും. കഴിച്ചിട്ടില്ല. കഴിച്ചാലേ റിസൾട്ട് വരുള്ളൂ. അള്ളാഹു കുറച്ച് കബൂലാക്കി തരട്ടെ. റാഫി, ഞാൻ നിന്നെ ഒരുക്കിയതല്ല കേട്ടോ. നല്ല മക്കളാട്ടോ. എന്തൊരു ബഹുമാനം ഉസ്താദന്മാരോട് അവർക്ക്, അല്ലേ? പക്ഷെ അവരുടെ ഫാൻ ഞാനല്ല കേട്ടോ. ഫാൻ വേറെ ആളാ. ഇവരുടെ ഫാൻ വേറെ ആളാ. അത് ഇന്നലെ വന്ന ഉസ്താദാ. ഞാൻ ഫാനല്ല. അള്ളാഹു പടച്ചോൻ കേരളത്തിൽ ഫാനില്ലാത്ത മുതിയാറുണ്ടേ ഞാനേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ എനിക്ക് എന്നാ ഫാൻ ഉണ്ടാവാനാ? അല്ലേ? ഷഫീഖ് ഉസ്താദിനെ പോലെ നല്ല നവാസ് മുന്നാനിയൊക്കെ പോലെ നല്ല പൊരിഞ്ഞ പ്രസംഗം. അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ പിള്ളേർ സ്നേഹിക്കുള്ളൂ. അൽഹംദുലില്ലാ, അള്ളാഹു കുറച്ച് കബൂലാക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാം ഇനി ഭൂമിയിലേക്ക് വന്ന് കല്യാണം കഴിക്കും. നോക്കൂ, സുന്നയമോത്ത്, പിന്നീട് വഫാത്താകും. സ്വാഭാവിക മരണം. ഈസാ നബിയെ മൃത്യു തേടിയെത്തും. അതിനു മുമ്പ് ഹജ്ജോ ഉംറയോ ചെയ്യും. ഹദീസിലുണ്ട്, ഹജ്ജോ ഉംറയോ ചെയ്തിട്ട് മദീനത്ത് വരും. എനിക്ക് സലാം പറയും. വല അറുദ്ദന്ന സലാമഹു, ഞാൻ ഈസാ നബിയുടെ സലാം മടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ സുഹൃത്തുക്കളെ? ആ ഈസാ നബിയെ ലോകത്തുള്ള അനുയായികൾ ഇന്ന് കർത്താവെന്ന് വിളിക്കുന്നു, ദൈവം എന്ന് വിളിക്കുന്നു, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ഏതാണ് ശരി? ഇവിടെ ഏതാണ് സത്യം? അല്ലാഹു പറയുകയാണ് സൂറത്തുൻ നിസാ 171. മുസാഫ് എടുത്ത് നോക്കൂ നിങ്ങൾ. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. വേദക്കാരെ അല്ലാഹു പറയുകയാണ്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരി കവിഞ്ഞു പോകരുത്. വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, പടച്ചവനെ കുറിച്ച് സത്യമല്ലാതെ നിങ്ങൾ പറയരുത്. വലാ തഖൂലൂ സലാസ, നിങ്ങൾ ദൈവം 3 പറയരുത്. ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങൾ പറയരുത്. വലാ തഖൂലൂ സലാസ,
ഇൻതഹൂ ഖൈറൻ ലക്കും, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകണം, നിങ്ങൾക്കത് ഖൈറാണ്. അല്ലാഹു പറയുന്നു, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും മസീഹ് മറിയമിന്റെ പുത്രൻ ഈസ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതനാണ്, ദൂതനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി വ കലിമത്തു, അല്ലാഹുവിന്റെ വചനവുമാണ്, വറൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. നോക്കൂ, ഈസാ നബിയെ പറ്റി അല്ലാഹു പറയുന്ന ശരിയായ യാഥാർത്ഥ്യം ഖുർആൻ വേദക്കാരെ ഉണർത്തുകയാണ്. നിങ്ങൾ ദൈവം മൂന്നാണെന്ന് പറയല്ലേ, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകെ. തീർച്ചയായിട്ടും മസീഹ് ഈസാ നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഒന്നാമത്തെ കൺസെപ്റ്റാണത്, ഈസാ നബി റസൂലാണ്. രണ്ടാമത്തത് അല്ലാഹുവിന്റെ വചനമാണ്. മൂന്നാമത്തത് റൂഹാണ്. അൽഖാഹാ ഇലാ മറിയമ, ആ വചനത്തെ അല്ലാഹു വിട്ടു മറിയമിലേക്ക്, വറൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. എന്ത് നല്ല നിഗമനമാണ്, എന്ത് നല്ല നിഗമനമാണിത്. നോക്കൂ, ഈസാ നബിക്കെല്ലാം ബഹുമാനവും ഖുർആൻ കൊടുക്കുന്നു. എന്നിട്ടും വേദക്കാരോട് പറയുന്നു, വേദക്കാര്, ഞാനിപ്പോ വരുന്ന വഴിക്കൊരു പള്ളിയിലെ പെരുന്നാള് കണ്ടു, അവിടുത്തെ അച്ഛൻ പ്രസംഗിക്കുന്നു, നോക്കൂ, മറിയം കർത്താവായ ദൈവത്തിന്റെ മാതാവാണ്. മറിയമാരാ? മറിയമാരാ? കർത്താവായ ദൈവം. കർത്താവായ ദൈവം ആരാ? യേശു. യേശുവിന്റെ മാതാവാണ് മറിയം. ഉണ്ടോ? കർത്താവായ ദൈവം. പരിശുദ്ധ ഖുർആൻ ഈസാ നബിയെ പറ്റി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ വചനം. ആ വചനത്തെ അല്ലാഹു മറിയമിലേക്ക് ഇട്ടു. റൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. അല്ലാഹു അതിനെ ഊതി. ഉണ്ടോ? അങ്ങനെയാണ് മറിയം ഈസാ നബിയെ ഗർഭം ധരിക്കുന്നത്. അല്ലാതെ മറിയം അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയോ സുഹൃത്തുക്കളെ വ്യഭിചരിക്കുകയോ അതിൽ നിന്നുണ്ടായ ശിശുവാണോ യേശു? അല്ല. ഈ സുന്ദരമായ തത്വം ലോകം ഖുർആനാണ് ലോകത്തിന് നൽകിയത്. നോക്കൂ, ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഈസാ നബിയിൽ അവൻ വിശ്വസിക്കണം. ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ രക്ഷ ആ പുണ്യ റസൂലിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അതാ വഫാത്താകുന്നു. ഈസാ നബിയെ മുത്തുനബിയുടെ റൗളയിൽ പച്ചക്കുബ്ബയുടെ അകത്ത് ഖബറടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അഖൂമു അന വ ഈസാ, ഞാനും ഈസാ നബിയും എഴുന്നേൽക്കും ഖിയാമത്ത് നാളിൽ. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ബൈന അബീ ബക്കർ വ ഉമർ, വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ടാകും, ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖും ഉണ്ടാകും. ഞാനും ഈസാ നബിയും കൈപിടിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എഴുന്നേൽക്കും മഹ്ശറയിലേക്ക്. എന്തെല്ലാം ഹബീബ് പറഞ്ഞു തന്നു.